ഓക്കെ. ദെൻ ഈ ഒരു ലിങ്ക് ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. ക്വാണ്ടം മീൻസ് അവരുടെ കരിയർ പേജ്. അപ്പോൾ അവിടെ ജസ്റ്റ് അവർ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് പറയുന്നുണ്ട്. പിന്നെ ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ഫിനാൻഷ്യൽ മോഡൽസ് പറയുന്നുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട് ആൻഡ് പ്രസൻറ്റേഷൻ പറയുന്നുണ്ട്. കീപ് ട്രാക്കിംഗ് ഓൺ കോർപ്പറേറ്റ് ആക്ഷൻസ്, കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ്സ് പറയുന്നുണ്ട്. പിന്നെ റെഗുലർലി മോണിറ്ററിങ് ഡെവലപ്മെൻറ്റ് മീൻസ് അത് ഓൾറെഡി വരും. പിന്നെ പാർട്ടിസിപ്പേറ്റ് ഇൻ റിസർച്ച് മീറ്റിംഗ് പറയുന്നുണ്ട്. വില്ലിംഗ് ടു ട്രാവൽ മീൻസ് അത് ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസും കമ്പനീസിനെയും വിസിറ്റ് ചെയ്യുക. കാരണം അത് നോർമലി ഒരു റിസർച്ചിൻ്റെ പാർട്ടാണ്. നമുക്ക് ഫിസിക്കൽ ഒബ്സർവേഷൻ എന്നുള്ളത് അല്ലെ, നമുക്ക് ഫിസിക്കലി പല ഡെവലപ്മെൻറ്റ്സും നമുക്ക് എന്ത് ചെയ്യാം, ഒബ്സർവ് ചെയ്യാൻ പറ്റും കമ്പനീസ് നടത്തുന്ന മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ അത്തരം ഇത് ശരിക്ക് ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു മീൻസ് റിക്വയർമെൻറ്റ്സ് ഒന്നും പറയുന്നില്ല. പിന്നെ അതിന് താഴെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. പിന്നെ അവിടെ പ്രൊവിഷൻസ് ഇൻ എക്സൽ, പവർ പോയിന്റ്, ഫെമിലിയർ ഫിനാൻഷ്യൽ മോഡൽ ആൻഡ് വാല്യുവേഷൻ മോഡൽസ് പറയുന്നുണ്ട്. സ്ട്രോങ് അക്കൗണ്ടിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആസ്പെക്ട് കോൺസെപ്റ്റ്സ് പറയുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ റിട്ടേൺ ആൻഡ് ഓറൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് പറയുന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നമ്മളുടെ മൈൻഡിൽ ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻസ് എന്ത് ചെയ്യുക, നന്നായിട്ട് വെക്കുക. ഇപ്പോൾ നോർമലി നമുക്ക് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് വായിക്കേണ്ടത് എന്നുള്ളൊരു ഇൻസൈറ്റ്സ് നമുക്ക് ഉണ്ടാവുമല്ലോ, ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിന് താഴെ ഇതേ സെയിം പ്രൊഫൈലുള്ള ഒരു ജോബിൻ്റെ അപ്ഡേഷൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. അത് ESG റിസർച്ച് അനലിസ്റ്റാണ്. കേട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു കോൺസെപ്റ്റ് ESG? അതെ, എൻവയോൺമെൻറ്റ് സോഷ്യൽ ഗവേണൻസ്. ഇപ്പം മാർക്കറ്റിലേക്ക് ഒരു പുതിയ തീമായിട്ടാണ് ESG ഫണ്ടുകൾ മാർക്കറ്റിലേക്ക് വരുന്നത്. മ്യൂച്വൽ ഫണ്ട്സിൽ എല്ലാ ഫേംസിലും ESG ഫണ്ടുകൾ വന്നു തുടങ്ങുകയാണ്. ഇപ്പം ESG ഫണ്ടുകൾ ഉദ്ദേശിക്കുന്നത് ഇതേപോലെ സോഷ്യലി എൻവയോൺമെൻ്റലി റെലവൻ്റ് ആയ സസ്റ്റൈനബിൾ ആയുള്ള ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇത് ഒരു സ്പെഷ്യലൈസ്ഡ് റിസർച്ച് അനലിസ്റ്റിനെയാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് മീൻസ് ദ സെക്ടോറിയൽ റിസർച്ച് അനലിസ്റ്റ് പറയും നമ്മൾ. ഒരു സെക്ടറിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു തീമിനെ ഫോക്കസ് ചെയ്യുന്ന റിസർച്ച് അനലിസ്റ്റ്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഓട്ടോമൊബൈലിനെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു സെക്ടർ ഉണ്ട് വിചാരിക്കുക. ഇപ്പോൾ ഓട്ടോമൊബൈൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു സെക്ടറാണ്. വേണമെങ്കിൽ നമുക്ക് അതായത് കോമൺ അണ്ടർസ്റ്റാൻഡിങ് വേണം ഈ ബാലൻസ് ഷീറ്റ് റീഡ് ചെയ്യാനും, അതേപോലെ വാല്യുവേഷൻ മോഡൽസും ഫിനാൻഷ്യൽ മോഡൽസ് ചെയ്യാനും, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇതെല്ലാം വേണം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ സെക്ടോറിയൽ സ്പെഷ്യലൈസേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഓട്ടോമൊബൈലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ടർ നമുക്ക് എടുക്കാം. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ സെക്ടോറിയൽ അല്ലെങ്കിൽ തീം ബേസ്ഡ് ഫണ്ടുകളിലേക്ക്, ഇപ്പോൾ ഈ കമ്പനികളിലൊക്കെ ഓരോ സെക്ടറിന് ശരിക്കും ഒരു ടീം ഓഫ് റിസർച്ചേഴ്സ് ഉണ്ടാവും. 1-2 പേര് ചേർന്നിട്ടുള്ള, അതിൽ ജൂനിയേഴ്സും സീനിയേഴ്സും ചേർന്നിട്ടുള്ള സെക്ടോറിയൽ റിസർച്ചേഴ്സ് ഉണ്ടാവും. അവരിന്ന് ഡാറ്റ ഇൻപുട്സ് ജനറലി എടുത്തിട്ടാണ് അവർ കോമൺ ഫണ്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അങ്ങനെ സെക്ടോറിയൽ ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ ആ ഫോക്കസ് ചെയ്യുന്നതും കുറച്ച് നല്ലതാണ്. കാരണം എല്ലാ കമ്പനീസിനെയും എടുത്തിട്ട് അനലൈസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു സെക്ടോറിയൽ ഫോക്കസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബേസ്ഡ് ഓഫ് അവർ ഇൻട്രസ്റ്റ് ആൻഡ് നോളജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ. പിന്നെ ഇതേപോലെ നമുക്ക് PMS ഇതേപോലെ മറ്റ് ഇപ്പം പരാഗ്, അതേപോലെ കുറേ കമ്പനീസിൽ ഇതേപോലത്തെ വേക്കൻസീസ് ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് പിന്നെയും ഇതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് മാനേജേഴ്സ് ഉണ്ട്. അത് കുറച്ചും കൂടെ കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ ക്ലയൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ കമ്പനി സെക്രട്ടറി, ഈ ബിസിനസ് അനലിസ്റ്റ് എന്നുള്ളൊരു റോളുണ്ട് ഇവിടെ. ഓക്കെ. ആ ഒരു റോള് ഒരു ഫ്രഷേഴ്സും 1 ഇയർ അല്ലെങ്കിൽ ഒരു 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് പോകുന്നതിന് മുൻപേ ഉള്ള ഒരു ഒരു എൻട്രി ലെവൽ ജോബായിട്ട് നമുക്ക് ബിസിനസ് അനലിസ്റ്റിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. അവരൊരു സിസ്റ്റം അനലിസ്റ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അതിന് ശേഷം നെക്സ്റ്റ് കേസിലേക്ക്, അതായത് നമുക്കൊരു ഡാറ്റ പോയിന്റ്സ് ഒക്കെ ഫെച്ച് ചെയ്യുക, ഡാറ്റ പോയിന്റ്സ് ഒക്കെ നമുക്ക് എവിടെ നിന്നാണ് അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പം ഒരു ടീം മെമ്പർ ആയിട്ട് തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പം അത്തരം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇത്തരം ലിസ്റ്റഡ് അല്ലെങ്കിൽ മേജർ MNCs ഒക്കെ മേജർ ഫണ്ട് ഹൗസസ് ഒക്കെ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ട്രാക്ക് ചെയ്യാം. പിന്നെ നമുക്ക് അടുത്തൊരു ഓപ്പണിങ് ഇതേപോലത്തെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ തരുന്ന മറ്റൊരു ഓർഗനൈസേഷനാണ് PMS എന്ന് കേട്ടിട്ടുണ്ടായിരുന്നോ?
PMS എന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസ്. ഓക്കെ, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ചോദിച്ചാൽ, ഇപ്പം മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളും 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളും 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ തന്നെ മ്യൂച്വൽ ഫണ്ട്സിലുണ്ടാവും. അതേപോലെ ഒരു മ്യൂച്വൽ ഫണ്ട്സിൻ്റെ പോർട്ട്ഫോളിയോ ഹൈലി ഡൈവേഴ്സിഫൈഡും ആയിരിക്കും. ഒരു 100, 150, 200 ഷെയറൊക്കെ പല ഫണ്ടുകളിലും ഉണ്ടാവും. പക്ഷേ PMS എന്ന് പറഞ്ഞാൽ അത് പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അല്പം കൂടെ ക്യൂറേറ്റഡ് ആയിട്ടുള്ള ഫണ്ടുകളായിരിക്കും. ഒരു 10 അല്ലെങ്കിൽ 5 ഷെയർസൊക്കെ വാങ്ങി ഷെയർസിലൊക്കെ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് PMSകൾ. ആരാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ചോദിച്ചാൽ, മിനിമം 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് PMSകൾ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതായത് മ്യൂച്വൽ ഫണ്ട് ഹൗസ് നമുക്ക് എന്ത് സർവീസാണോ തരുന്നത് അതേപോലെയുള്ള സർവീസ് നമുക്ക് PMS ഹൗസുകൾ തരും. പക്ഷേ നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യും പോലെ തന്നെ അവരുടെ ഒരു സ്പെസിഫിക് ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷേ അവിടെ മിനിമം എമൗണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 50 ലക്ഷം രൂപയെങ്കിലും വേണം. അതാണ് ഒരു മിനിമം റിക്വയർമെൻറ്റ്സ് ഉള്ളത്. അപ്പോൾ അത്തരം ഫണ്ടുകൾ ജസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ റിസർച്ച് കൊണ്ട് ഇനി അതേപോലെ മറ്റൊരു കോൺസെപ്റ്റ് ഉണ്ട്, AIFകൾ. എന്താ ഇതിപ്പോൾ തന്നെ പറയുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് അത്തരം കമ്പനീസിനൊക്കെ നമുക്ക് പതുക്കെ ട്രാക്ക് ചെയ്ത് തുടങ്ങാം. കാരണം അത്തരം കമ്പനീസിലൊക്കെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് PMS, എന്താണ് AIF എന്നറിയാതെ നമുക്ക് അത്തരം കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ AIFകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതേപോലെ 1 CRൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മിനിമം വേണ്ടത്. ഒരു ഇൻവെസ്റ്റർ 1 CR അതിന് മുകളിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ അവർക്ക് AIFകൾ എടുക്കാം. ഇത് എന്താണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, എന്താണ് ഇതിനെ കൊണ്ടുള്ളൊരു വേർത്ത് എന്ന് ചോദിച്ചാൽ, നമുക്ക് ഓൾറെഡി മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ള ആൾക്ക് അല്പം കൂടെ ക്യൂറേറ്റഡ് ആയുള്ളൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കണം. അങ്ങനെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ AIFകളും PMSകളും ഹെൽപ്പ് ചെയ്യും. കാരണം മ്യൂച്വൽ ഫണ്ട് പോലെ ഹൈലി ഡൈവേഴ്സിഫൈഡ് ആവില്ല, പക്ഷേ നമുക്ക് കുറേ കൂടെ പ്രോഫിറ്റ് ലഭിക്കാനുള്ളൊരു സാധ്യത PMS ഫണ്ടുകളും AIFകളും ഓഫർ ചെയ്യും. കാരണം ഒരു ഇക്വിറ്റി പോർട്ട്ഫോളിയോ, ഒരു 10, 15, 20 ഷെയർസ് ഉള്ള ഒരു ഇക്വിറ്റി പോർട്ട്ഫോളിയോ ആയിരിക്കും ഇവിടെ വീഡിയോ. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഇത് എടുത്തതെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട് ഹൗസിൻ്റെ നമ്പർ എന്നുള്ളത് ഒരു 50ഓളം മ്യൂച്വൽ ഫണ്ട് ഹൗസാണ് ഇപ്പോൾ ഉള്ളത്. 50ഓളം ഫണ്ടുകൾ രജിസ്റ്റർ ചെയ്തു. അതിൽ ആക്റ്റീവായിട്ട് ഒരു 30-40 കമ്പനീസ് വളരെ ആക്റ്റീവായിട്ടുള്ള ബിസിനസ്സിലുണ്ട്. ഒരു 10 കമ്പനീസ് ബിസിനസ്സിലേക്ക് വരുന്നുള്ളൂ. ഒരു ഫണ്ട് 2 ഫണ്ടൊക്കെ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. പുതിയ ഫണ്ടുകൾ ലോഞ്ച് ചെയ്യുകയും മാർക്കറ്റിലേക്ക് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേഷനായിട്ട് അവർ വരികയാണ്. പക്ഷേ ഇവിടെ PMSകൾ എടുക്കുന്ന സമയത്ത് അങ്ങനെയല്ല. നമുക്ക് 250 എബവ് PMS കമ്പനികളുണ്ട്. ഇതെല്ലാം PMS കമ്പനികളാണ്. അപ്പോൾ ഇത്തരം കമ്പനീസിൻ്റെ ജോബ് പോർട്ടലിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഇതേപോലെ റിസർച്ച് അനലിസ്റ്റ് വേക്കൻസീസ് കാണാൻ പറ്റും. അതല്ലെങ്കിൽ അവരുടെ HR-ന് നമുക്ക് മെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്പണിങ് ഉണ്ട്. കാരണം ഇതും നമ്മളൊരു ഡെസ്റ്റിനേഷനാണ്. ഇവിടെ നമുക്ക് ഓപ്പണിങ്സിൻ്റെ സാധ്യതകളുണ്ട്. ഓക്കെ, പിന്നെ ഇതേപോലെ സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ്, ഇത്തരം ഫേമുകളിലൊക്കെ തന്നെ ഇതേപോലെ ഓപ്പണിങ്സ് ഉണ്ടാവും. ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി കമ്പനികളിലൊക്കെ തന്നെ റിസർച്ച് അനലിസ്റ്റിൻ്റെ വേക്കൻസീസ് ഉണ്ടാവും. പിന്നെ അതേപോലെ സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, എല്ലാ സ്റ്റോക്ക് ബ്രോക്കേഴ്സും റിസർച്ച് അനലിസ്റ്റിൻ്റെയും അതേപോലെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് വേക്കൻസീസ് ഉണ്ടാവും. ഇപ്പോൾ ജിയോജിത്ത് ആവാം, അല്ലെങ്കിൽ ഹെഡ്ജ് ആവാം, IIFL ആവാം, മോത്തിലാൽ ഹൗസ് ആവാം. അത്തരം ബ്രോക്കേഴ്സ് സൈഡിലും കുറേ അധികം ഓപ്പണിങ്സും വേക്കൻസീസും ഉണ്ടാവും. പിന്നെ അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ് മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ ബാങ്കിങ് സെക്ടറിലും ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഒരു ഏരിയയിൽ നമുക്ക് വേക്കൻസിയും ഓപ്പണിങ്സും ഉണ്ടാവും. പിന്നെ അതേപോലെ ഇൻഷുറൻസ് കമ്പനീസ് ഇതേപോലെ നമുക്ക് ഓപ്പണിങ്സ് ഉണ്ടാവും. കാരണം ഇൻഷുറൻസ് കമ്പനീസിലും യൂലിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്റ്റുകളുണ്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റുകളുണ്ട് അവർക്ക്. അത്തരം പ്രോഡക്ട്സിൻ്റെ ഒക്കെ ബാക്കപ്പിൽ വർക്ക് ചെയ്യുന്നത് ഇതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ, റിസർച്ച് അനലിസ്റ്റിൻ്റെ വേക്കൻസീസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു ഷോർട്ട് ടേം അല്ല, ഒരു 1 year 1.5 yearsൻ്റെ ടാർഗറ്റായിട്ട് ഇത്തരം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓൾറെഡി നമ്മുടെ ഒരു പ്ലാനിൽ CA എന്നുള്ളൊരു പ്രോസസ്സും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ആ പ്രോസസ്സും കൂടെ പതുക്കെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത്
ഇത്തരം ഫണ്ട് ഹൗസുകളൊക്കെ ആയിരിക്കണം നമ്മളുടെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഫണ്ട് ഹൗസസ്. മീൻസ് ഡെസിഗ്നേഷൻ എന്നുള്ളത് ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞോണോ ഒരു എന്താണോ പ്രസൻറ്റ് സെനാരിയോയിലെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ, ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ വേണ്ട ക്വാളിറ്റീസ് നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ അപ്ഡേറ്റ് ചെയ്യുകയും അത് നമ്മുടെ സി വിയിലേക്ക് പതുക്കെ പതുക്കെ കയറി വരികയും വേണം. ഓക്കെ, നമ്മുടെ സി വി നമ്മൾ എപ്പോഴും നേരത്തെയൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഇപ്പോൾ നമ്മളൊരു സ്പെസിഫിക് പാറ്റേണിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം, കുറച്ച് സ്കില്ലുകൾ വേണം, കുറച്ച് എക്സ്പീരിയൻസ് വേണം, കുറച്ച് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചതാണ്. പക്ഷേ ജസ്റ്റ് ഒരു വൈറ്റ് ഷീറ്റിൽ എനിക്ക് ഇതാണ് നമ്മളുടെ കോർ ക്വാളിറ്റീസ് എന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കമ്പനീസ് അത് അക്സെപ്റ്റ് ചെയ്യും. കാരണം നമ്മളോടുള്ള ഇൻട്രാക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയാൽ മതി, ആ ഒരു കാര്യം അവർക്ക് മുന്നിൽ പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് ആ രീതിയിലേക്ക് നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഒരു സി വിനെ നമുക്ക് പതുക്കെ ഡ്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് ഇനി നമ്മൾ ചെയ്യുന്ന സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഈ ക്വാളിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് എക്സൽ ഓൾറെഡി ഉണ്ട്, അത് എപ്പോഴും ബ്രീഫ് മീൻസ് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് നമുക്ക് പ്രാക്ടിക്കലി ഡാഷ്ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യുക. ചെറിയ ഡാറ്റയാണെങ്കിലും ആ ഡാറ്റകൾ കിട്ടുന്ന സമയത്ത് അതിൽ നിന്ന് ഡാഷ്ബോർഡ് ആക്കിയിട്ട് ട്രൈ ചെയ്യുക. ചെറിയ ചെറിയ ഡാഷ്ബോർഡുകൾ ഉണ്ടാക്കി അത് പറ്റുവാണെങ്കിൽ നമ്മളെ ഡിസ്കഷനിലൊക്കെ അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇങ്ങനെ മീൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, ആ ഒരു സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ അതോടൊപ്പം നമുക്ക് പവർ ബി ഐയോ അല്ലെങ്കിൽ പവർ ബി ഐ പഠിക്കാൻ പറ്റുവാണെങ്കിൽ പവർ ബി ഐ പഠിക്കണം എന്ന് ഞാൻ പറയാം. അതേപോലെ ഇപ്പം പൈത്തോൺ നമുക്ക് പഠിക്കാനൊരു സാധ്യത ഉണ്ടെങ്കിൽ അതും പഠിക്കണം. കാരണം ഒരു ഡാറ്റ അനലിറ്റിക്സ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഡാറ്റ ക്ലീനിങ്, ഡാറ്റ റിലേറ്റഡ് ആയുള്ള ആക്ടിവിറ്റീസിന് പൈത്തോൺ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു ആഡ് ഓൺ ആണ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെയാണ് നമുക്ക് അല്പം ഒരു സോഷ്യൽ മീഡിയ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അത് വലിയൊരു പ്രധാനമുള്ള കാര്യമല്ല, പക്ഷെ എന്നാൽ പോലും ഒരു സോഷ്യൽ മീഡിയ നമ്മളൊരു ഏതെങ്കിലും ഇപ്പോൾ എല്ലാ ലെവലും നമ്മൾ അല്പം കൂടെ ഒരു ഫ്രണ്ട് മീൻസ് ഒരു റിസർച്ച് അനലിസ്റ്റ് ആണെങ്കിൽ പോലും റിസർച്ച് അനലിസ്റ്റ് ടീം മെമ്പേഴ്സൊക്കെ ആവുന്ന സമയം, ടീം കോർഡിനേറ്റേഴ്സൊക്കെ ആകുമ്പോൾ നമുക്ക് അവിടെ ഒരു സോഷ്യൽ മീഡിയ സ്കില്ലും കൂടെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ അത് നമ്മുടെ ഒരു പ്രസൻറ്റേഷൻ പാർട്ടാണ്. ആ പ്രസൻറ്റേഷൻസ് നമ്മൾ കസ്റ്റമേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും കോൺഫിഡൻസ് നൽകാൻ വേണ്ടിയിട്ട് കുറേയധികം പ്രസൻറ്റേഷൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. ആ സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ഹെൽപ്ഫുള്ളായിരിക്കും, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അത്തരം കാര്യത്തിനൊക്കെ ഡെയിലി ഒരു 10-15 മിനിറ്റ് നമ്മളെ സ്കിൽ അക്വിസിഷന് കൊടുക്കാം. അതേപോലെ പവർ ബി ഐ പഠിക്കാൻ ഒരു അരമണിക്കൂർ കൊടുക്കുക. സോഷ്യൽ മീഡിയ കാര്യങ്ങൾ കുറച്ച് ലേൺ ചെയ്യാൻ ഒരു 15-20 മിനിറ്റ് കൊടുക്കുക. പിന്നെ അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ് എന്തായാലും പഠിക്കണം. അതിന് പല കമ്പനീസിൻ്റെയും ഫ്രീ കോഴ്സസ് ഒക്കെ ഉണ്ടാവും. അതിനെന്തായാലും ഒരു ½ ആൻ അവറെങ്കിലും ഡെയിലി കൊടുത്തിട്ട് പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. ഇതൊക്കെ ഒരു സ്പെഷ്യൽ സ്കില്ല് എന്നുള്ള രീതിയിൽ നമുക്ക് നോട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്സിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഇപ്പോൾ ഈ PMS ബസാറൊക്കെ ജസ്റ്റ് പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ PMS ബസാർ എന്തായാലും ഒന്ന് രജിസ്റ്റർ ചെയ്യാം. PMS ബസാർ എന്നുള്ള ഈ വെബ്സൈറ്റിൽ നമ്മുടെ ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും കൊടുത്തിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യാം. എല്ലാ ഡേയിലും അല്ലെ ഇടവിട്ട ദിവസങ്ങളിൽ ഇതിൽ നമുക്ക് സെഷൻസ് കിട്ടും. അതായത് PMS ഹൗസുകൾ അവരെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്ന സെഷൻസ് കിട്ടും. അപ്പോൾ ആ സെഷൻസ് ഒക്കെ എടുക്കുന്നത് ഇപ്പോൾ ഇവിടെയുള്ള കുറേയധികം PMS കമ്പനീസ് നമുക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതിൽ അബാക്കസ് ഒരു നല്ല PMS ഹൗസാണ്, ആദിത്യ ബിർള ഉണ്ട്. ഇങ്ങനെ നമുക്ക് പരിചയമുള്ള എല്ലാ കുറേ കമ്പനീസ് ഉണ്ടാവും. അവരുടെ PMS മാനേജേഴ്സ് എടുക്കുന്ന സെഷൻസ് നമുക്ക് കിട്ടും. ആ സെഷൻസിൽ ഇതേപോലെ അവർ കറണ്ട് മാർക്കറ്റ് സിനാരിയോനെ കുറിച്ചിട്ട്, അതേപോലെ തന്നെ അവരുടെ ഒരു ഔട്ട്ലുക്ക്, പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, അത്തരം കാര്യങ്ങളൊക്കെ പറയും. അത് നമുക്കൊരു നല്ല ഇൻപുട്സ് തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറായിരിക്കും. ഓക്കെ, ഇനി നമ്മളുടെ ഇന്നത്തെ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് ജസ്റ്റ് പോകാം. ഇന്നത്തെ ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫസ്റ്റ്
ഫസ്റ്റ് മോഡ്യൂൾ അല്ലെ ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ളത് ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ടു റിസർച്ച് അനലിസ്റ്റ് എന്നുള്ളൊരു ഏരിയ ആണ്. ഒരു റിസർച്ച് അനലിസ്റ്റിൻ്റെ ഡ്യൂട്ടി എന്താണ്, ആൾക്ക് എന്തൊക്കെ സ്കിൽസാണ് വേണ്ടത്, ദെൻ ഏതൊക്കെ ടൈപ്സ് ഓഫ് റിസർച്ച് അനലിസ്റ്റ് ഉണ്ട്, പിന്നെ നോർമലി നമ്മൾ എന്തൊക്കെ ഡാറ്റാസ് ആണ് ഫെച്ച് ചെയ്യേണ്ടത്. ഇതാണ് ഫസ്റ്റ് മോഡ്യൂൾ അല്ലെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ കവർ ചെയ്യുന്നത്. ദെൻ ഈ ഒരു യൂണിറ്റിന് അറൗണ്ട് ഒരു ഫൈവ് ക്വസ്റ്റ്യൻസോ അല്ലെ 5 വെയിറ്റേജ് ഒക്കെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. പക്ഷേ എന്നാൽ പോലും ഇതൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഇതിൽ കുറേ കാര്യങ്ങൾ ഓൾറെഡി നമുക്ക് അറിയും. നമ്മൾ റിസർച്ച് നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു സെഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നോ റിസർച്ച് ഏതെങ്കിലും ഫാക്കൽറ്റീൻ്റെ ഭാഗത്തു നിന്നായിട്ട്? അതാരായിരുന്നു എടുത്തത്? പുറത്തുനിന്ന് ആരെങ്കിലും എടുത്തതായിരുന്നു അല്ലെങ്കിൽ ആയിരുന്നില്ല? ഓക്കെ. അല്ല, ആ സമയത്ത് നമുക്ക് ഒരു മാസമായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ വലിയ രീതിയിലൊന്നും ശ്രദ്ധിക്കാനും പോകണമെന്നുമില്ല. പിന്നെ നമ്മളും പ്രൊജക്റ്റ് എങ്ങനെയെങ്കിലും നമ്മുടെ പ്രൊജക്ട് ടോപ്പിക്, പക്ഷെ അതിൽ ഒരു ഇൻട്രഡക്ഷൻ ടു റിസർച്ച് ചിലപ്പം തന്നിട്ടുണ്ടാവും. എന്തൊക്കെയായിരുന്നു റിസർച്ച്, എന്തൊക്കെയായിരുന്നു ഒരു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, പിന്നെ അങ്ങനെ അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ബേസിക്സ് സാധനങ്ങൾ. ഓക്കെ, ദെൻ ഫസ്റ്റ് തിങ്സ് എന്നുള്ളത് ഇൻട്രൊഡക്ഷൻ ടു റിസർച്ച് അനലിസ്റ്റ് പ്രൊഫഷൻ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഒരു റോൾ എന്നുള്ളത് ആസ് എ റിസർച്ച് അനലിസ്റ്റ് എന്നുള്ളതാണ്. കീ റെസ്പോൺസിബിലിറ്റി അല്ലെ പ്രൈമറി റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളത് അറ്റ് ദ പ്രസൻറ്റ് മാർക്കറ്റ് സെനാരിയോയിൽ ഏറ്റവും ജഡ്ജബിൾ ആയുള്ള ഒരു സെൻസിബിൾ ആയുള്ള ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പം എസ്പെഷ്യലി ഈ സോഷ്യൽ മീഡിയ എറയിൽ നമുക്ക് ഭയങ്കര നോയ്സസ് ആണുള്ളത്. കാരണം സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ഇപ്പം പലരും ഗോൾഡ് അപ്സൈഡിലേക്ക് പോകുമ്പോൾ നമ്മളെ കാണുന്ന എല്ലാവരും ചോദിക്കുക ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തോട്ടെ എന്നാണ് ചോദിക്കുക. അത് ഭയങ്കര നോയ്സ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. ശരിക്കും ഒരാൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു അസറ്റിൻ്റെ പ്രൈസ് അപ്സൈഡ് പോകുമ്പോൾ അല്ല, അത് ആ ഒരു അസറ്റ് ആളുടെ പോർട്ട്ഫോളിയോന് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം എല്ലാവരും റൺ ചെയ്യുന്നത് ബിഹൈൻഡ് ദ പ്രോഫിറ്റ് ആണ്. അതും ഒരു പ്രോഫിറ്റ് ഉണ്ടായതിനു ശേഷം അവർക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. അല്ല, ഒരു പ്രോഫിറ്റ് ഇപ്പോൾ സിൽവറിനെ മൂവ് ചെയ്യുന്ന സമയത്ത് everyone taken means അല്ലെങ്കിൽ everyone talked about the silver is just like ഇങ്ങനെ എല്ലാ ഇൻഡസ്ട്രീസ് യൂസ് ചെയ്യുന്നുണ്ട്, ഇതായിരിക്കും അങ്ങനെ. പക്ഷെ ഇത് സിൽവർ തന്നെ അതേപോലെ താഴേക്ക് വന്ന സമയത്ത് ആരും അതിനെക്കുറിച്ചിട്ട് പറയുന്നില്ല. അപ്പം പക്ഷെ നമ്മളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ഒരു സിൽവർ വേണോ എന്ന് തോന്നുന്നു, വേണമെങ്കിൽ ആഡ് ചെയ്യണം, ഗോൾഡ് വേണമെങ്കിൽ ആഡ് ചെയ്യണം. പക്ഷെ അത് പ്യുവർലി നമ്മളുടെ നീഡ് എന്താണ്, നമ്മൾ എത്ര വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഒരു വർഷത്തേക്കാണെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ അതിന് ഈക്വലൻ്റ് ആയിരിക്കണം. കാരണം മാർക്കറ്റ് താഴേക്ക് പോകാൻ പാടില്ല. അങ്ങനെ അത് രണ്ട് കാര്യങ്ങളാണ്. നമ്മളുടെ ടൈം ഹൊറൈസണും അതേപോലെ തന്നെ നമ്മളുടെ ഗോളും എന്താണ്, ഈ രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു പോർട്ട്ഫോളിയോ ഡിസൈഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ പോർട്ട്ഫോളിയോ ഡിസൈഡ് ചെയ്യുമ്പോൾ നമ്മളൊരു പോർട്ട്ഫോളിയോ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മളൊരു റിസർച്ച് അനലിസ്റ്റ് എന്ന രീതിയിൽ ലേൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് എന്തൊക്കെ അസറ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു മൾട്ടി അസറ്റ് ഫണ്ടിൻ്റെ ബാക്കെൻഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതേ സമയത്ത് ഇക്വിറ്റീനെ കുറിച്ചിട്ടും ഡെപ്റ്റിനെ കുറിച്ചിട്ടും അതേപോലെ നമുക്ക് മറ്റ് അസറ്റ്സിനെ കുറിച്ചും കമ്മോഡിറ്റീസിനെ കുറിച്ചിട്ടും ഒക്കെ തന്നെ നമ്മൾ ബോധേഡ് ആവേണ്ടി വരും. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ മീറ്റ് ചെയ്ത് ടാറ്റ ഇക്വിറ്റിയുടെ എത്തിക്കൽ ഫണ്ട്സ് ഉണ്ട്, കേട്ടിട്ടുണ്ടാവില്ലേ? എത്തിക്കൽ ഫണ്ട്, ടാറ്റ എത്തിക്കൽ ഫണ്ട്. ഓക്കെ, അതിൻ്റെ ഫണ്ട് മാനേജർ കാലിക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവൻ ടാറ്റയുടെ. അപ്പോൾ നമ്മൾ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവർ ഒന്നുമില്ല, അവരുടെ ഒരു ഹാഫ് ഇയർലി പ്രസൻറ്റേഷൻസ് ആ ഹൗസിൽ നിന്ന് തരും. അപ്പോൾ അത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ അറ്റൻഡ് ചെയ്ത സമയത്ത് അവർ ജസ്റ്റ് അവരുടെ പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞു, കുറച്ച് ഇൻട്രാക്ഷൻസ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടും പുള്ളിയായിട്ട് ഒരു സംസാരിക്കാനൊക്കെ സമയം കിട്ടി. പക്ഷേ അപ്പം നമുക്ക് മനസ്സിലായത് ആളൊക്കെ ഭയങ്കര കൂളാണ്. കാരണം മാർക്കറ്റിൽ ഇങ്ങനെ ഇത്രയും ഇഷ്യൂസ് നടക്കുന്നുണ്ട്, മാർക്കറ്റ് താഴെ പോകുന്നു, പക്ഷെ ഇതൊന്നും ആ മനുഷ്യനെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നില്ല. ആള് പറയുന്നത് ക്വാളിറ്റിയുള്ള ഷെയർസ് ആണ് ഹോൾഡ് ചെയ്യുന്നത്, മാർക്കറ്റ് താഴെ പോയാലും അത് തിരിച്ച് കയറി വരും.
അതല്ലാതെ ഇപ്പോൾ നമ്മൾ കുറേ അധികം വാങ്ങിക്കണം, കുറേ അധികം വിൽക്കണം, അല്ലെ വിവിധ അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, സ്മോൾ ക്യാപ്പിലേക്ക് പോകണം, അങ്ങനെ അങ്ങനെ ഒന്നുമില്ല. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരുന്ന് മാർക്കറ്റിനെ വാച്ച് ചെയ്യാം. ഇതേപോലെ മാർക്കറ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 12 മുതൽ 15% മാത്രമാണ് ഇയറിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അതും തന്നെ ഈ വർഷം ലഭിക്കണമെന്ന് നിർബന്ധമില്ല, എസ്പെഷ്യലി ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിന്. അങ്ങനെ വളരെ പക്ഷേ ഒരു ഒട്ടും അഗ്രസീവ് അല്ലാതെയാണ് അദ്ദേഹം മാർക്കറ്റിൽ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. അപ്പം നമ്മളുടെ വ്യൂ എപ്പോഴും അങ്ങനെയാവുക, പബ്ലിക് പറയുന്നത് പോലെ ഗോൾഡ് വാങ്ങണോ, ഗോൾഡ് അല്ലെ സിൽവർ വേണോ, അല്ലെ ഏതെങ്കിലും പർട്ടിക്കുലർ ഷെയർ വേണോ, IT പൈസ ഇടണോ, ഒന്നുമല്ല. ഓരോ സെക്ടേഴ്സിനെ അനലൈസ് ചെയ്യുക, നമ്മുടെ പോർട്ട്ഫോളിയോയിൽ അത് വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക, അതിന് ഡാറ്റ ബാക്കപ്പ് ഉണ്ടാക്കുക. പിന്നെ അതേപോലെ എപ്പോഴും ഒരു റിട്ടേൺ പെർസ്പെക്റ്റീവിൽ ഒരു 12-15 എന്നുള്ള ഒരു ഗുഡ് റിട്ടേണിനെ കുറിച്ചിട്ടും അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. 20-30-40% റിട്ടേണിനപ്പുറം ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 12 മുതൽ 15% റിട്ടേണിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. അപ്പം അതിൻ്റെ ഡാറ്റ ബാക്കപ്പാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ജസ്റ്റ് നമ്മുടെ ഒരു റോൾ എന്തായിരിക്കും, എന്തൊക്കെയായിരിക്കും മേജർലി നമുക്ക് ചെയ്യാനുണ്ടാവും, ഒരു റിസർച്ച് അനലിസ്റ്റിൻ്റെ ഒരു ഡ്യൂട്ടി എന്തായിരിക്കും? നോർമലി നമ്മൾ പ്രൊവൈഡ് സർട്ടൻ റെക്കമെൻഡേഷൻസ് ഫോർ ബൈ, ഹോൾഡ്, സെൽ. ഇത് തന്നെയായിരിക്കും നമ്മളുടെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത്. കാരണം ഒരു റിസർച്ച് അനലിസ്റ്റ് ആയിരിക്കില്ല പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക, ഫണ്ട് മാനേജേഴ്സ് ആയിരിക്കും ഉണ്ടാക്കുക. ആ ഫണ്ട് മാനേജേഴ്സിനെ ബാക്കപ്പ് ചെയ്യുന്ന ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് റിസർച്ച് അനലിസ്റ്റ് ആയിരിക്കും. ദെൻ ഡെഫിനറ്റ്ലി ആ സമയത്ത് ഈ വളരെ ഈസിയാണ് പറയാൻ, ബൈ, ഹോൾഡ്, സെൽ. പക്ഷേ ആ ബൈ, ഹോൾഡ്, സെൽ എന്നുള്ള പ്രോസസ്സ്, ആ ഒരു ഡിസിഷൻസ് എടുക്കുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് അനാലിസിസ് ആണ്. ഇറ്റ്സ് കണക്റ്റഡ് വിത്ത് എക്കണോമിക് ആസ്പെക്ട്സ്, ഇൻഡസ്ട്രിയൽ ആസ്പെക്ട്സ് ആൻഡ് കമ്പനി ഡാറ്റ. നമ്മൾ 3 ക്രൂഷ്യൽ ഏരിയാസിനെ കുറിച്ചിട്ടാണ് നമ്മൾ സ്റ്റഡി നടത്തേണ്ടത്. ഒന്ന്, ദ എക്കണോമിക് ആസ്പെക്ട്. ദാറ്റ് എക്കണോമിക് ആസ്പെക്ട് മീൻസ് നോർമൽ, ജനറൽ, നാഷണൽ, ഇന്റർനാഷണൽ, മൈക്രോ എക്കണോമിക് ആസ്പെക്ട്സിനെ കുറിച്ചിട്ട് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഓക്കെ, ദ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന, അപ്പോൾ നമ്മുടെ ടോട്ടൽ ഏരിയാസിനെ ഇറ്റ്സ് കട്ട് ഇൻ ടു ദ 3 പാർട്ട്. ദ ഫസ്റ്റ് പാർട്ട് ദ എക്കണോമിക് അനാലിസിസ്, സെക്കൻഡ് വൺ ഈസ് ഇൻഡസ്ട്രിയൽ, ആൻഡ് ദ തേർഡ് വൺ ഈസ് കമ്പനി അനാലിസിസ്. കമ്പനി ഡെഫിനറ്റ്ലി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതാണ്. ബിഫോർ ദാറ്റ് ദ എക്കണോമിക് അനാലിസിസ്. അപ്പോൾ ഒരു കൺട്രിയുടെ എക്കണോമിക് സിറ്റുവേഷൻസ് എന്താണ്, അതേപോലെ തന്നെ നെക്സ്റ്റ് നോർമലി ഇത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് നമുക്കൊരു കൊമേഴ്സ് സ്റ്റുഡൻറ്റിനേക്കാൾ കുറേ ഈസിയാണ് ഇതൊരു എക്കണോമിക് സ്റ്റുഡൻസിന് ലേൺ ചെയ്യാൻ. പക്ഷേ ആസ് എ റിസർച്ച് അനലിസ്റ്റ് നമ്മുടെ ഒരു വ്യൂ പോയിന്റ് നമുക്ക് ക്ലിയർ ആവണമെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ജപ്പാനിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളത് ഡിസൈഡ് ചെയ്യേണ്ടത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ സർട്ടൻ ഡാറ്റ പോയിന്റ്സ് ആണ്. GDP ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. GDP എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, അതേപോലെ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ലെവൽ എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. ഇനി അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈവൻ ദോ പോപ്പുലേഷൻ എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത്, പോപ്പുലേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അത്തരം ഓരോ ഡാറ്റ പോയിന്റിനെ കുറിച്ചിട്ട് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി. ഇപ്പം പലരും ജപ്പാനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്നറിയോ? പോപ്പുലേഷൻ്റെ ആവറേജ് ഏജ് എന്നുള്ളത് ഇറ്റ്സ് മോർ ദാൻ 40-50 ആണ്, ഇൻ ബിറ്റ്വീൻ 40 to 50 ആണ്. അപ്പോൾ നോർമലി ദാറ്റ് ഇൻഡിക്കേറ്റ് ദ നെക്സ്റ്റ് 10 years എന്നുള്ളത് എന്തായിരിക്കും? മോർ ഡിപ്പെൻഡൻറ്റ് കസ്റ്റമേഴ്സ് ആണ് അവിടെ ഉണ്ടാവുക. ദ ഡിപ്പെൻഡൻസി ബേർഡൻ ഈസ് ഹയർ ഇൻ ദ ജപ്പാൻ ഈസ് കമ്പയർഡ് ടു അതർ കൺട്രീസ് ലൈക്ക് ഇന്ത്യ ഓർ ഈവൻ ദോ അത് ചൈനയിലും ഇതേപോലെ തന്നെയാണ്. ചൈനയ്ക്കും കമ്പാരിറ്റീവ്ലി ഹൈ ആണ്. ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹൈ ആവറേജ് ഏജ് ആണുള്ളത്. അപ്പോൾ ഇത്തരം ഡാറ്റ പോയിന്റുകൾ ഇപ്പോൾ ഏത് ഡയമെൻഷൻസുള്ള ഇൻഫർമേഷൻസും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത്തരം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, അത് സോഴ്സ് ചെയ്യുക, അത് പ്രോപ്പറായിട്ട് പ്രോസസ്സ് ചെയ്യുക, അത് ഇവാലുവേറ്റ് ചെയ്യുക, ദെൻ അതിൻ്റെ ബേസിൽ ഫ്യൂച്ചേഴ്സ് പ്രിഡിക്റ്റ് ചെയ്യുക. Okay, that future prediction is based on certain data point that is connected with the economy, industry and company. അതല്ലാതെ നമ്മളൊരു ബ്ലൈൻഡ് ആയിട്ട് നിങ്ങൾ ഇത് മേടിച്ചോ, ഇത് വാങ്ങിച്ചോ, ഇത് വെച്ചോ എന്നുള്ള പ്രോസസ്സ് നമ്മൾ പതുക്കെ റെഡ്യൂസ് ചെയ്ത് വളരെ ഡാറ്റ പോയിന്റ് നമുക്ക് അറിയാത്തൊരു സെക്ടർ ആണെങ്കിൽ നമ്മളൊന്നും കമൻറ്റ് ചെയ്യണ്ട. നമുക്കത് അറിയില്ല, എല്ലാവർക്കും എല്ലാ സെക്ടേഴ്സിനെ കുറിച്ചും പഠിക്കാൻ പറ്റില്ല.
അപ്പം നമ്മൾ അത് വിട്ടേക്കുക. അത് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അറിയില്ല എന്ന് പറയാം, അതിനൊരു പ്രശ്നം. ഇപ്പം ടാറ്റയുടെ ആ ഫണ്ട് മാനേജേഴ്സിനോട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പം ആൾ പറഞ്ഞു അത് എൻ്റെ ഒരു ഏരിയ അല്ല. ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ടോ ട്രേഡിങ്ങിന്? ഇല്ല, ആൾ ടെക്നിക്കൽ ഒരു ആസ്പെക്ട്സും യൂസ് ചെയ്യുന്നില്ല, പ്യുവർലി ഫണ്ടമെന്റൽ ഫാക്ടേഴ്സ് ആണ് എടുക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ആൾ ഈ ടെക്നിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പുള്ളി പറഞ്ഞാൽ എനിക്കത് അറിയില്ല, ഞാൻ അത്രയും ടെക്നിക്കൽ അല്ല, ടെക്നിക്കൽ ആസ്പെക്ട്സ് ഞാൻ നോക്കാറില്ല, എനിക്ക് ചാർട്ട് റീഡ് ചെയ്യുന്നത് പോലും എന്താണ് ഒരു മിനിമം സെൻസിൽ മാത്രമേ റീഡ് ചെയ്യാറുള്ളൂ. പക്ഷെ അങ്ങനെ നമ്മളോട് ഒരാൾ ശരിക്കും സംസാരിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഫണ്ട് മാനേജറാണ്, അവർക്കത് അറിയില്ല എന്ന് പറയുന്നത്. അപ്പം അപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകണ്ട, ക്ലെയിം ചെയ്യാൻ പോകണ്ട, വളരെ കുറഞ്ഞ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 പ്രോസസ് ബൈ ഹോൾഡ് സെയിൽ എന്നുള്ള കാര്യത്തിന് വേണ്ട കുറേ ഡാറ്റ പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോർമലി നമ്മളെ നെക്സ്റ്റ് ഒരു ഡ്യൂട്ടി എന്നുള്ളത്. വി ക്യാൻ ടേക്ക് എൻ എക്സാമ്പിൾ ഫ്രം അവർ മീൻസ് നോർമൽ ലൈഫ് സിറ്റുവേഷൻ. ദാറ്റ് ഇസ് നമ്മളൊരു സെലക്ടിങ് എ സ്മാർട്ട് ഫോൺ. എങ്ങനെയാണ് നമ്മളൊരു വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്മാർട്ട് ഫോൺ എങ്ങനെയാണ് സെലക്ട് ചെയ്യാറ്? റെക്കമെൻഡേഷൻ ഫ്രണ്ട്സിനോട് ചോദിക്കും, സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യും, നമ്മളെ പ്രൈസ് ബഡ്ജറ്റ് എത്രയാണെന്നൊക്കെ കൺസിഡർ ചെയ്തിട്ട് പല ബ്രാൻഡ്സ് ആയിട്ട് കമ്പയർ ചെയ്യാൻ ഫീച്ചേഴ്സും കാര്യങ്ങളും. ഇത് സെയിം പ്രോസസ്സ് തന്നെയാണ് മാർക്കറ്റിലും നടക്കുക. ഇനി ഇത് നമുക്കൊരു ഫോൺ വാങ്ങിക്കുമ്പോഴും നമ്മുടെ പേരൻസിനൊരു ഫോൺ വാങ്ങിക്കുമ്പോഴും നമ്മുടെ കയ്യിലൊരു 30,000 രൂപ ഫോൺ വാങ്ങിക്കാനുണ്ട് എന്ന് വിചാരിക്കുക, ഒരേപോലെ ആയിരിക്കും അല്ലെങ്കിൽ ഒരേ ഫോണായിരിക്കും നമ്മൾ മേടിക്കുക? അതെ അതെ അതെ. അവർക്ക് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ 30,000 രൂപ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ 30,000 സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. അല്ലെങ്കിൽ ഒരു 50,000 രൂപ ഉണ്ടെങ്കിലും അവർക്ക് 50,000 ഫോൺ വേണം നിർബന്ധം ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ പ്രസന്റ് സെനാരിയോ സിറ്റുവേഷൻസ്, അവരെങ്ങനെയാണ് യൂസ് ചെയ്യാൻ സാധ്യത ഉള്ളത്, അതൊക്കെ ബേസ് ചെയ്ത് പിന്നെ നമ്മുടെ കയ്യിലുള്ള ഇൻഫ്ലോ എത്രയാണ്. ഇവൻ നമുക്ക് നല്ല പൈസയുണ്ട്, നമ്മൾ നല്ല ഇൻഫ്ലോസ് ഉണ്ടെങ്കിൽ നമുക്ക് വേണേൽ അവർക്കും ഐഫോണൊക്കെ മേടിച്ച് കൊടുക്കാം. പക്ഷേ ഇവൻ അത്ര ഇൻഫ്ലോസ് നമ്മളില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ഓപ്ഷൻസ് ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ അത് സെയിം തന്നെയാണ് ഓരോ പേഴ്സൺ. കാരണം ഇപ്പം ഞാൻ ഹോൾഡ് ചെയ്ത ഫോൺ ആയിരിക്കില്ല അടുത്തൊരാൾ ഹോൾഡ് ചെയ്യുക, അല്ലേ? ഈവൻ ചിലപ്പോൾ ഒരേ ഇൻകം എൻ്റെ ഫ്രണ്ടിൻ്റെയും ഇൻകം, അല്ലെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഇൻകം സെയിം ആണെങ്കിൽ പോലും നമ്മൾ ഓൺ ചെയ്യുന്ന ഫോണ് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം അതെൻ്റെ പേഴ്സണൽ ചോയ്സാണ്. ആ ചോയ്സ് എൻ്റെ നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, യൂസ്, ദെൻ പ്രീവിയസ് എക്സ്പീരിയൻസ്, കയ്യിൽ ക്യാഷ്, എൻ്റെ നീഡ്, കുറേ ഫാക്ടേഴ്സ് ബേസ് ചെയ്തിട്ടായിരിക്കും ഇതെന്ത് ചെയ്യുക, ആ ഒരു ഡിസിഷൻ ഞാൻ എടുത്തിട്ടുണ്ടാവുക. അത് സെയിം തന്നെയാണ് ഷെയർസിൻ്റെ കേസിലും. നമ്മൾ ഏത് ഷെയർസ് വാങ്ങണം, ഏത് ഷെയർസ് വിൽക്കണം, ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് കുറേ പേഴ്സണൽ ഫാക്ടേഴ്സാണ്. പക്ഷെ ആ പേഴ്സണൽ ഫാക്ടേഴ്സിൽ നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മളുടെ ആസ് എ ഇൻഡിവിജ്വൽ നമ്മൾ ചിലപ്പം നമുക്ക് വേണ്ടി വാങ്ങിയ ഷെയർ ആയിരിക്കില്ല. ഇപ്പോൾ ഞാനൊരു ഫണ്ട് മാനേജറാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഒരു ടാറ്റയുടെ ഒരു സ്പെസിഫിക് ഫണ്ടിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഫണ്ടിന് വേണ്ടി വാങ്ങുന്ന ഷെയർസും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഷെയർസും ഞാൻ പേഴ്സണലി വാങ്ങിയ ഷെയർസും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. കാരണം അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു ഫണ്ടിനൊരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ഇത്ര പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടുന്ന, ഇത്ര വോളറ്റിലിറ്റി മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ള ഒരു സ്പെസിഫിക് റീസൺസ് ഉണ്ടാവും. പക്ഷെ ഞാൻ എൻ്റെ പേഴ്സണൽ കേസിൽ ചിലപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മോർ ഓൺ സ്മോൾ ക്യാപ്പ് ആയിരിക്കും. ബിക്കോസ് എനിക്കൊരു 10 years 20 yearsൻ്റെ ടൈം ഫ്രെയിം ഉണ്ട്. അപ്പോൾ ദെൻ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഹ്യൂജ് റിട്ടേൺ ആണ്. അതേപോലെ എനിക്ക് ഒരു ഹൈ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി ഉണ്ട്. ദെൻ ഞാൻ ഗോ വിത്ത് ദി സ്മോൾ ഓർ മിഡ് ക്യാപ്പ് ഫണ്ട്സ് ഇൻ ദി മാർക്കറ്റ്. പക്ഷേ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന ഫണ്ട് എന്നുള്ള ഒരു പ്യൂർലി ലാർജ് ക്യാപ്പ് ഫേസ് ഫണ്ടാണ്. അവിടെ എനിക്ക് സ്മോൾ ക്യാപ്പോ മിഡ് ക്യാപ്പോ ഞാൻ ആഡ് ചെയ്യില്ല, ഈവൻ ദോ ഞാൻ അതിൽ ബുള്ളിഷ് ആണെങ്കിൽ പോലും. കാരണം അതെൻ്റെ റൂൾ ബേസ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പം അങ്ങനെ മാർക്കറ്റിൽ ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്ത്, ടൈം ഹൊറൈസനെ ബേസ് ചെയ്ത്, ഇൻവെസ്റ്റ്മെൻറ്റ് തീമിനെയും സൈക്കോളജിനെയൊക്കെ ബേസ് ചെയ്ത്
പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും പ്രോപ്പറായിട്ട് ഡിസിഷൻസ് എടുക്കാൻ വേണ്ട ഒരു റിസർച്ചാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റഡി, ഒരു ലേണിംഗ് പ്രോസസ്സാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഇനി ജസ്റ്റ് നെക്സ്റ്റ് ഒരു പാർട്ടിൽ ഓക്കെ, ഇതാണ് നമ്മൾ ഇതാണ് നമുക്കൊരു കീ ആയിട്ട് ഇന്നത്തെ നമ്മളൊരു റിസർച്ച് ഒരു ആക്ടിവിറ്റി ആയിട്ട് ഇതും അടുത്തൊരു പാർട്ടുണ്ട്. ഇനി എവിടെ നിന്നൊക്കെ നമുക്ക് ഇത്തരം റിസോഴ്സസ് ലഭിക്കാം, എവിടെയൊക്കെയാണ് ആ റിസർച്ചസ്? ഇത് മാത്രമല്ല കേട്ടോ, ഇത് ജസ്റ്റ് ഒരു പ്രൈമറി ഡിസ്കഷന് വേണ്ടി ഇട്ടുന്നുള്ളൂ. ഒരു റിസർച്ച് അനലിസ്റ്റിന് എവിടെയൊക്കെയാണ് ഡാറ്റാസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഡാറ്റ ഫസ്റ്റ് ഡാറ്റ പോയിന്റ്സ് ഉള്ളത് ഗവൺമെന്റ് ആണ്. നമുക്ക് ഫസ്റ്റ് ഏരിയ RBI പബ്ലിഷ് ചെയ്യുന്ന റിസർവ് ബാങ്ക് RBI പബ്ലിഷ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റാസ് ഉണ്ടാവും. ആ ഡാറ്റാസ് ആണ് ശരിക്കും നമുക്കൊരു ഓതൻറ്റിക് ഇപ്പം എസ്പെഷ്യലി ഇൻട്രസ്റ്റ് റേറ്റ്, GDP, ഇങ്ങനത്തെ പല റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസും ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യും. ഇപ്പോൾ പോപ്പുലേഷൻ ആണ്, പോപ്പുലേഷൻ സ്റ്റഡി ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യും. എംപ്ലോയ്മെൻറ്റ് ലെവലിനെ കുറിച്ചുള്ള സ്റ്റഡി ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യും. അപ്പം അങ്ങനെ ഡൊമസ്റ്റിക് എക്കണോമിക് ഡാറ്റാസ് നമ്മൾ നോൺ ഗവൺമെൻറ് റിസർച്ച് കമ്പനീസിൻ്റെ സൈറ്റ്സിൽ നിന്ന് നമുക്ക് ട്രാക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പം അത്തരം ഇനി RBIയുടെ ന്യൂസസ് ഒക്കെ വരുന്ന സമയത്ത് അല്പം കൂടെ നമ്മൾ പതുക്കെ അതൊക്കെ ട്രാക്ക് ചെയ്ത് തുടങ്ങും. അത്തരം ന്യൂസസ് വരുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ന്യൂസസ് വരുമ്പോൾ, ക്വാർട്ടർലി റിവ്യൂ ന്യൂസസ് വരുമ്പോൾ നമ്മൾ പതുക്കെ ആ റിപ്പോർട്ടുകൾ എടുത്തു വയ്ക്കുക. പിന്നെ അതേപോലെ തന്നെ RBIയുടെ സൈറ്റിൽ അവർ മന്ത്ലി കൺസോൾഡേറ്റഡ് ഡാറ്റാസ് പബ്ലിഷ് ചെയ്യും. ഓരോ മന്തിൻ്റെ എക്കണോമിക് റിവ്യൂസ് എന്താണെന്നുള്ളത് പബ്ലിഷ് ചെയ്യും. ഇപ്പോൾ ഈ മന്തിൻ്റെത് പബ്ലിഷ് ചെയ്യുന്നത് നെക്സ്റ്റ് മാസത്തിൻ്റെ 1-2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. കുറച്ച് ദിവസം, ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് പബ്ലിഷ് ചെയ്യുക, ഡാറ്റ പ്രോസസ്സ് ചെയ്യാനുള്ള സമയം കൊണ്ട്. അപ്പം അത് നമ്മളെടുത്ത് പതുക്കെ പ്രിൻ്റൊക്കെ എടുത്ത് റീഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ഡാറ്റ പോയിന്റുകൾ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഞാനത് വരുന്ന സമയത്ത് ഞാനത് സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പം അങ്ങനെ ഗവൺമെൻറ് ഡൊമസ്റ്റിക് ഡാറ്റാസ് നമുക്ക് കുറേ ഗവൺമെൻറ് സൈറ്റിൽ നിന്നുള്ള വെബ്സൈറ്റ്സ് ഉണ്ട്. അതിൽ തന്നെ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ട ഫസ്റ്റ് വെബ്സൈറ്റ് എന്നുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ്സ് ആണ്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് പാർട്ട് എന്നുള്ളത് ഗ്ലോബൽ ഇൻഫർമേഷൻസ് ആണ്. ഇപ്പോൾ ഗ്ലോബൽ ഇൻഫർമേഷൻസ് ഇത് നോർമലി ഇപ്പോൾ മോണിറ്ററി ഫണ്ട്സ്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, വേൾഡ് ബാങ്ക്, ഇതൊക്കെ നമുക്ക് കുറച്ച് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയാസ് ആണ്. ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺട്രീസിൻ്റെ എക്കണോമിക് ആസ്പെക്ട്സ് എങ്ങനെയാണ്, എക്കണോമിക് പെർഫോമൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇത്തരം വേൾഡ് ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ നിന്നൊക്കെ നമുക്ക് അവരുടെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലീഗലി നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാനും അത് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്കിനി കമ്മിങ് ഡേയ്സിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് 1 by 1 ആയിട്ട് നമുക്ക് എടുത്ത് പരിശോധിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എനിക്കൊരു ഗൂഗിൾ ഷീറ്റ് ഷെയർ ചെയ്യുമ്പോൾ അതിൽ ഇത്തരം ഓരോ പോയിന്റ്സ് റിസർവ് ബാങ്കിന് ഒരു ഷീറ്റ് ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് അവിടെ റിസർവ് ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റ പോയിന്റ്സ്, ഡിഫറെൻറ്റ് ലേണിംഗ്, ഈവൻ ഇനി നമ്മൾ നടത്തുന്ന എല്ലാ റിസർച്ചും അല്ലെങ്കിൽ അവിടെ ആ പോയിന്റ്സ് ആഡ് ചെയ്തേക്കാം. എക്സ്ട്രാ ലേൺ ചെയ്യുന്നതാവാം, ചില ഡാറ്റ സെൻട്രിക് ആയിട്ടുള്ള അപ്രോച്ചസ് ആവാം. അപ്പോൾ നമുക്കത് ആ ഒരു ഷീറ്റ് എടുക്കുമ്പോൾ കുറേ ആസ്പെക്ട്സിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻസ് അല്ല, അതിലുള്ള ഡാറ്റ നമ്മളുടെ ഒരു കീ ടേക്ക് അവേസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ചിലപ്പോൾ എല്ലാം ശരിയാവണമെന്നൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ അങ്ങനെ ഒരു ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം സെക്ടേഴ്സിനെ കുറിച്ചിട്ട് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഷെയർ ചെയ്യുന്ന സമയത്ത് റിസർവ് ബാങ്കിനെ കുറിച്ചിട്ട് ഒരു ഷീറ്റ് എന്തായാലും ഓപ്പൺ ചെയ്യാം. പിന്നെ അതേപോലെ വേൾഡ് ബാങ്ക് നമുക്ക് ഓപ്പൺ ചെയ്യാം, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഓപ്പൺ ചെയ്യാം. എന്നാലും വേൾഡ് ബാങ്ക് ഇപ്പോൾ ചെയ്യാം, പിന്നീട് അതിൽ മാറ്റം വരുത്താം. പിന്നെ നോർമലി നെക്സ്റ്റ് ഒരു പാർട്ടാണ് കമ്പനീസ്. അതായത് നമ്മൾ എപ്പോഴും കമ്പനീസിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും. അവിടെ അവരെ ആനുവൽ റിപ്പോർട്ട്, ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, പിന്നെ നോർമലി മാനേജ്മെൻറ്റ് മീറ്റിംഗ്സ്. കാരണം എന്താ വെച്ചാൽ മാനേജ്മെൻറ്റിൻ്റെ ക്വാളിറ്റി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാനേജ്മെൻറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഓലയുടെ ഷെയർസിനെ കുറിച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നോ? ഓക്കെ ഓലയുടെ വണ്ടി എന്തായാലും നമ്മൾ കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യാറുണ്ടാവുമല്ലോ. ഇ വി മാർക്കറ്റിനെ കുറിച്ചിട്ടൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താണ് EV സെക്ടേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഒരു സെനാരിയോ, എങ്ങനെയാണ് അതിനെ അനലൈസ് ചെയ്യുന്നത്? EV 2 വീലേഴ്സിൻ്റെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏതൊക്കെ വണ്ടികൾ വാങ്ങാനായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക, ഏതൊക്കെയാണ് നമ്മൾ കൂടുതൽ കാണുന്നത്,
ഓല ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലും അവിടെയൊക്കെ കണ്ടിട്ടുള്ളത് എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻസ്? ഓലയുടെ മെയിനായിട്ട് കസ്റ്റമർ സർവീസ് ആണ്. അവരെ എന്തോ കംപ്ലൈൻസ് ഒക്കെ പെട്ടെന്ന് ക്ലിയർ ആക്കി കൊടുക്കുന്നില്ല എന്നുള്ളൊരിതുണ്ട്. അവരെ സർവീസ് സെന്റർ ഒക്കെ വളരെ ഒരു മോശം രീതിയിലാണ് എന്നാണ്. കുറെ ആള് ഏതറിലേക്ക് ചൂസ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി ഏതറിന്റെ വണ്ടികൾ കുറച്ച് കൂടുതൽ റോട്ടിൽ കാണുന്നുണ്ട് ഇല്ലേ നമ്മൾ? പിന്നെ മറ്റ് ബ്രാൻഡുകളും നല്ല, ഇപ്പോൾ ചേതക്കിന്റെ കുറച്ച് വണ്ടികൾ കാണുന്നുണ്ട്. ടി വി എസിന്റെ വണ്ടികൾ ഏതായിരുന്നു? ഹീറോയുടെ വണ്ടികൾ. അതെ, ഹീറോയുടെ വണ്ടിയും അവരുടെ സർവീസ് സെന്റേഴ്സും അവരുടെ ചാർജിങ് സ്റ്റേഷനുകളും കാണുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഏതറിനും ചാർജിങ് സ്റ്റേഷനുകൾ കുറേ സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ ഓല അത്രയും പെർഫോം ചെയ്യുന്നില്ല. ഓലയുടെ സർവീസ് സെന്റേഴ്സിലൊക്കെ എല്ലാവരുടെ ഭാഗത്തുനിന്നും മോശം റിവ്യൂ ആണ്. സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ മോശം റിവ്യൂസ് ആണുള്ളത്. ഓക്കെ, അത് അവിടെ ശരിക്ക് ഇത് തന്നെ ഇതേപോലെ തന്നെ എന്താണ് ഷെയർ മാർക്കറ്റിലും റിഫ്ലക്റ്റഡ് ആണ്. കാരണം ഓല ഇന്ത്യൻ മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ്, ഏതർ ലിസ്റ്റഡ് ആണ്, പിന്നെ ടി വി എസ് ഓൾറെഡി ലിസ്റ്റഡ് ആണ്, പിന്നെ ബജാജ് ലിസ്റ്റഡ് ആണ്. പക്ഷെ അതൊക്കെ ഒരു സെപ്പറേറ്റ് കമ്പനി എന്നുള്ള രീതിയിലല്ല, ഇ വി മാത്രമല്ല, അവരൊരു കോമൺ 2 വീലേഴ്സ് എന്നുള്ള രീതിയിലാണ് ലിസ്റ്റഡ്. പക്ഷേ ഏതറും ഓലയും നമ്മൾ എടുത്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഏതറിൻ്റെ പ്രൈസ് ലിസ്റ്റ് ചെയ്തതിന് ശേഷം അത് ഡബിൾ ആയിട്ട് മാറി, ഏകദേശം നല്ല ഹൈക്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ താഴേക്ക് ഇറങ്ങിയതാണ്. പക്ഷേ അത് ഓലയുടെ സെനാരിയോ എടുക്കുന്ന സമയത്ത് നേരെ റിവേഴ്സാണ്. ഓലയുടെ പ്രൈസ് ഡേ ബൈ ഡേ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. 60, 70, 80 രൂപയായാലും മേലെ 100 സംതിങ് ഒക്കെ എത്തിയ സാധനം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 30-40 രൂപയുള്ളൂ എന്ന് തോന്നുന്നു ഒരു ഷെയർ പ്രൈസ്. അതിൽ പ്രധാന കാര്യം മാനേജ്മെൻറ്റ് ക്വാളിറ്റിയാണ്. മാനേജ്മെൻറ്റ് ഈ കേസസിനെ എന്താണെന്നറിയില്ല, അവർ അഡ്രസ്സ് ചെയ്യുന്നേ ഇല്ല ഇങ്ങനൊരു കസ്റ്റമേഴ്സിന്. കാരണം പുതിയ ബൈക്കുകൾ ഇന്ത്യയിൽ 1% ബൈക്കുകൾ വിറ്റുകൊണ്ടിരുന്ന കമ്പനിയാണ് ഓല. ഇന്ത്യൻ്റെ ബൈക്ക് എന്നുള്ളൊരു മാർക്കറ്റ് എന്നുള്ളത് ചെറുതല്ല, ഇറ്റ്സ് എ ഹ്യൂജ് മാർക്കറ്റ്. കാരണം ഇന്ത്യൻ പോപ്പുലേഷൻ ഈസ് മോർ ദാൻ, നമുക്കറിയാം, ഒരു 1.4 CR ഉണ്ട് നമ്മൾ. അപ്പോൾ അത്രയും ആളുകളുള്ള 140 CR എന്നുള്ള അത്രയും ആളുകളുള്ള മാർക്കറ്റ് എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ മാർക്കറ്റ്, ഇറ്റ്സ് എ ഹ്യൂജ് മാർക്കറ്റ്. ആ മാർക്കറ്റിൻ്റെ 1% ഏതറും ഓലയൊക്കെ ഓൺ ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യൻ മാർക്കറ്റിൽ. അത് ഏതറിനേക്കാൾ കൂടുതൽ വണ്ടികൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ, ഈ വർഷമല്ല കഴിഞ്ഞ വർഷമൊക്കെ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്ന ബ്രാൻഡും കൂടിയാണ് ഓല. പക്ഷേ ഈ പ്രാവശ്യം ഇലക്ട്രിക് സ്കൂട്ടറിൽ സെയിൽസ് ഡിപ്പ് ഉണ്ടായ ഒരേ ഒരു ബ്രാൻഡ് ഓലയാണ്. ബാക്കി എല്ലാ കമ്പനീസും അവരുടെ സെയിൽസ് ഒരു 30-40% അപ്സൈഡിലേക്കാണ് പോയത്. ചില കമ്പനീസ് നമ്പർ കുറവായിരിക്കും. ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ സിമ്പിൾ വണ്ണ്, റിവർ, ഇവരൊക്കെ നോക്കുന്ന സമയത്ത് മൊത്തത്തിൽ വിൽക്കുന്ന നമ്പർ കുറവാണ്. 1000 കഴിഞ്ഞ വർഷം 1000-2000 വണ്ടിയെ വിറ്റിട്ടുള്ളൂ, അല്ലെ മാസത്തിൽ 1000-2000 വണ്ടിയെ വിൽക്കുന്നുള്ളൂ. ഈ സമയത്ത് അവരത് 2000 വിറ്റുകൊണ്ടിരുന്ന മാസം ഇപ്പോൾ 4000 ആക്കി മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 3000 ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ പെർസെൻറ്റേജ് വൈസ് നല്ല ഗ്രോത്ത് ഉണ്ട്. പക്ഷേ ഓലയിൽ മാത്രമാണ് അത് 30-40% ഡിക്ലൈനും വരുന്നത്. അപ്പോൾ അവിടെ ഒരു മാനേജ്മെൻറ്റ് ക്വാളിറ്റി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മാനേജ്മെൻറ്റ് ക്വാളിറ്റി നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒന്നും എടുക്കാൻ പറ്റൂല. കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ മാനേജേഴ്സിനെ ഫോളോ ചെയ്യുക, അതിന് ലിങ്ക്ഡിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ അവരുടെ കോൺഫറൻസസ് നോക്കാം, അവരുടെ മീറ്റിങ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം. ഇത് എല്ലാ കമ്പനീസിൻ്റെയും എടുക്കുക എന്നുള്ളതൊന്നും പോസിബിൾ അല്ല. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള, നമ്മൾ ട്രാക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്ത കമ്പനീസിൻ്റെ മാനേജേഴ്സിൻ്റെ ക്വാളിറ്റി, അവരുടെ ടീമിൻ്റെ ക്വാളിറ്റി, അവരുടെ കൺസിസ്റ്റൻസി, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ നോർമലി മാർക്കറ്റ് സർവേസ്, നമുക്ക് ചെറിയ മാർക്കറ്റ് സർവേസ്, ഇപ്പോൾ 2 വീലേഴ്സിൽ വേണമെങ്കിൽ നമുക്ക് മാർക്കറ്റ് സർവേസ് എക്സിക്യൂട്ട് ചെയ്യാം. പക്ഷെ അത് ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിലല്ല, അതൊരു കമ്പനി എന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് സർവേസ് ഒക്കെ പലപ്പോഴും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ അത്തരം സർവീസ് ഓൾറെഡി മാർക്കറ്റിലുള്ള സർവീസ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടറീസ് വിസിറ്റ് ചെയ്യുക. അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടും പ്രോഡക്റ്റിൻ്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് കുറേ അധികം ഇൻസൈറ്റ് ഈസി ആയിട്ട് കിട്ടാനുള്ള സാധ്യത ഉള്ളതാണ് ഫാക്ടറി വിസിറ്റ്. അല്ലെ ഫാക്ടറികൾ തന്നെ വിസിറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ബാറ്റയുടെ ഷെയർസ് വാങ്ങുന്നതിന് മുൻപേ ബാറ്റയുടെ ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്ത് ഒരു 1 hour 2 hour അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആളുകളുടെ പേഴ്സ്പെക്റ്റീവ് ടുവേർഡ്സ് ബാറ്റയും
അതേപോലെ തന്നെ അവരുടെ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ലൈനപ്പും അത് ഏത് ഏജിനെയാണ് സാറ്റിസ്ഫൈ ചെയ്യുക, അങ്ങനെ ഒരു ടച്ച് ആൻഡ് ഒരു ഫീല് നമുക്കല്ലോ, ടച്ച് ആൻഡ് ഫീല് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമല്ലോ. അതേപോലെ മാർക്കറ്റിൽ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഡസ്ട്രീസിൻ്റെ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ടയർ മേടിക്കാൻ പോവുകയാണെങ്കിൽ അപ്പോളോ ഉണ്ടാവും അവിടെ, അതേപോലെ തന്നെ മറ്റ് സിയാറ്റ് ഉണ്ടാവും, അതേപോലെ MRF ഉണ്ടാവും, അങ്ങനെ ബാൽ ടയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി ലിസ്റ്റ് ചെയ്ത കമ്പനീസും കൂടിയാണ്. അപ്പോൾ നോർമലി ആ ഷോപ്പ് കീപ്പറിനോട് നമുക്ക് ചോദിച്ചാൽ മനസ്സിലാവില്ലേ ആളുകൾ ഏത് ടയറാണ് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത്, MRF ആണോ അല്ല ഇന്ന ടയറുകളാണോ ചൂസ് ചെയ്യുന്നത്, പിന്നെ ഏതാണ് ഏറ്റവും കൂടുതൽ ലൈഫ് കിട്ടുന്നത്. അപ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ എൻക്വയറി നടത്തുമ്പോൾ ഡെഫിനറ്റ്ലി അതൊരു സർവേ തന്നെയാണ് നമ്മൾ നടത്തുന്നത്. ചിലപ്പോൾ നമ്മൾ ഇനി പെട്രോൾ പമ്പിൽ കയറുന്ന സമയത്ത് അവിടുത്തെ എംപ്ലോയീസിനോട് നമുക്ക് കുറച്ച് ഇൻപുട്ടുകൾ ചോദിക്കാം. ഇനി വേറെ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഓട്ടോമൊബൈൽ സെക്ടേഴ്സിലോ അല്ലെങ്കിൽ വേറെ ഫാഷനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട്, അവരോട് ആ ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട് നമുക്ക് ചോദിക്കാം. അപ്പം അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് വരുന്നത് നമ്മുടെ ഒരു ഡാറ്റ കളക്ഷനാണ്. അതായത് ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് നിന്ന് ആ ഇൻഡസ്ട്രീസിൻ്റെ ഒരു ഔട്ട്പുട്ട് നമ്മൾ എടുക്കുകയാണ്, ഒരു പൾസ് നമ്മൾ എടുക്കുകയാണ്. പക്ഷെ അത് നമുക്കത് ഒരു ഫാക്ടറി വിസിറ്റ് പോലെയോ അല്ലെങ്കിൽ ഒരു ഇൻട്രാക്ഷനൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണ്. അതും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അത് ഈവൻ എല്ലാ കമ്പനിയും ചെയ്യാനൊന്നും പോസിബിൾ അല്ല, പക്ഷെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇനി നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് ഏതൊക്കെ കമ്പനീസാണ് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ്, അവരേതൊക്കെ പ്രോഡക്റ്റാണ് തരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി തുടങ്ങാം. ഇപ്പോൾ ബ്രിട്ടാനിയ ഉണ്ടാവും, ITC ഉണ്ടാവും, അപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഉണ്ടാവും, പിന്നെ മറ്റ് ഇതേപോലത്തെ ബ്രാൻഡുകളൊക്കെ കുറേ അധികം ബിസ്ക്കറ്റ്സ് ഒക്കെ സെല് ചെയ്യാനുണ്ടാവും. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് ജസ്റ്റ് ചോദിച്ചാൽ അവരോട് അവർ പറയും ഏതൊക്കെയാണ് കൂടുതൽ പോകുന്നത്, അല്ലെ ഏതൊക്കെയാണ് കൂടുതൽ ഡിസ്പ്ലേ ചെയ്തതെന്നൊക്കെ നമുക്ക് അവിടുന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. കാണാൻ തന്നെ പറ്റുമല്ലോ ഏത് പ്രോഡക്റ്റ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക, ഏതാണ് കൂടുതൽ സെയിൽ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നമ്മളുടെ ഒരു പെർസ്പെക്റ്റീവിൽ തന്നെ നമുക്ക് അവിടുന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഒരു മാർക്കറ്റ് ഒബ്സർവേഷൻ നമുക്ക് കിട്ടുന്ന ചില ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ ഇനി ആ ഒരു പ്രോസസ്സൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഏതൊക്കെ സെഗ്മെൻറ്റ്, ഇനി ഹോസ്പിറ്റൽ കേസസിൽ എന്തൊക്കെയാണുള്ളത്, ഇൻഷുറൻസ് കമ്പനീസിൽ ഏതൊക്കെയാണുള്ളത്, ബാങ്കിൽ ഏതൊക്കെയാണുള്ളത് ലിസ്റ്റഡ്. ഇപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ഷെയർ പ്രൈസ് ജസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ഷെയർ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അത് കുറച്ച് ചെറിയൊരു യൂണിറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു ലോങ് ടേം പ്രോസസ്സിലാണ്. പക്ഷേ മാർക്കറ്റ് എത്ര താഴെ വന്നാലും താഴെ വരുന്ന സമയത്ത് പോലും ആ ഫെഡറൽ ബാങ്ക് പെർഫോം ചെയ്യുന്നത് ജസ്റ്റ് നോക്കാം, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇറ്റ്സ് എനിത്തിങ് ലൈക്ക് എന്താ പറയുക, അത് അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്ക് കേരളത്തിൽ നിന്നുള്ളൊരു കമ്പനി എന്നുള്ള രീതിയിൽ ഫെഡറൽ ബാങ്ക് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു ഫേമാണ്. അപ്പോൾ ആ ഫെഡറൽ ബാങ്കിൻ്റെ ഷെയർ മേടിക്കുന്നതിന് മുമ്പേ നമുക്ക് അവരുടെ മാനേജേഴ്സിനെ കുറിച്ചിട്ട് പോയിട്ട് കാണാം. കണ്ടോ, ഈ ഒരു 5 ഇയേഴ്സ് എടുക്കണ്ട, ഒരു 1 ഇയർ പെർസ്പെക്റ്റീവ് എടുക്കാം. കണ്ടോ, ഒരു 1 ഇയറിൽ ആ ഷെയർ പെർഫോം ചെയ്തത് അറൗണ്ട് ഒരു 180 രൂപ ഉണ്ടായിരുന്ന ഷെയർ അറൗണ്ട് ഇപ്പോൾ 260 രൂപ. പക്ഷെ അത് തന്നെ 300 രൂപയിൽ നിന്ന് ഒരു 40 രൂപ താഴേക്ക് ഇറങ്ങിയത് ഇപ്പോഴത്തെ ക്രാഷിൽ. അപ്പം ഈ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഫെഡറൽ ബാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അത് വിസിബിൾ ആണ്. കാരണം അവരുടെ ബ്രാഞ്ചിൽ പോകുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ട്. സർവീസ് അവരെന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ഓൺ ചെയ്യുന്നുണ്ട്, ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്, പിന്നെ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഫീൽ അവർക്ക് തരാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്നാൽ അവർ ഒരു കോർപ്പറേറ്റ് പോലെ നമ്മളോട് ബിഹേവ് ചെയ്യുന്നില്ല, ICICI HDFC പോലെ നമ്മളോട് ബിഹേവ് ചെയ്യുന്നില്ല. അപ്പം കുറച്ചും കൂടെ നോർമൽ പേഴ്സൺസിനെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം അത്തരം കമ്പനീസിനെ നമുക്ക് അവിടുത്തെ എംപ്ലോയീസിനോട്, ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് പൊതുവെ അവരുടെ സെനാരിയോസ് എന്നതൊക്കെ ഒരു ഇൻഫോർമലി നമുക്ക് ചോദിക്കുന്നതിന് തെറ്റൊന്നുമില്ല. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൽ ബിസിനസ് ഉണ്ടോ, അല്ലെങ്കിൽ ബിസിനസ് എങ്ങനെയാണ് പോകുന്നത്, ഒരു ലോങ് ടേം പേഴ്സ്പെക്റ്റീവ് എന്താണ്, ഗ്രോത്തിൻ്റെ സ്റ്റോറി എന്താണ്, നമുക്ക് അറിയുന്നതിനേക്കാൾ ഇയർ ഓൺ ഇയർ ലാസ്റ്റ് 5 വർഷത്തെ ഗ്രോത്ത് സ്റ്റോറി എങ്ങനെയാണെന്നതൊക്കെ നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റും. എത്ര ബ്രാഞ്ചസ് ആണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത് 5 വർഷം കൊണ്ട്, 5 വർഷം മുൻപേ എത്ര ഉണ്ടായിരുന്നു, ഓരോ വർഷം എത്ര ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, 5 വർഷം മുൻപേ എത്ര എംപ്ലോയീസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ എത്ര എംപ്ലോയീസ് ആണുള്ളത്,
അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊരു ഇൻഫോർമലിയും പലരോടുമായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ നമുക്ക് ഷെയർസിനെ പതുക്കെ പിക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഡാറ്റ പോയിന്റ്സ് പറഞ്ഞതാണ്. അപ്പോൾ എക്കണോമിക് ഗ്ലോബൽ കമ്പനീസ് ഡാറ്റാസ് നമുക്ക് അനലൈസ് ചെയ്യണം, സോഴ്സ് ചെയ്യണം. അത് നമ്മൾ പതുക്കെ ഇനി ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് കമ്പനീസിൻ്റെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. നമുക്ക് അടുത്ത സ്റ്റേജിൽ അത്തരം കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയും അത് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യണം. ഇനി നെക്സ്റ്റ് വൺ ദ റിസർച്ച് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ്, റിസർച്ച് അനലിസ്റ്റ് ആണ്. അതേപോലെ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിസർച്ച് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്, അതേപോലെ അങ്ങനെ കുറേ അധികം ടൈപ്പ് ഓഫ് റിസർച്ചസ് ഉണ്ട്. അപ്പോൾ അത് ഓൾറെഡി നിങ്ങൾ നമുക്കൊരു ടെക്സ്റ്റ് ബുക്സ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് റിസർച്ച് മെത്തഡോളജി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ലേ? അത് ഏത് സെമ്മായിരുന്നു? അത് 5th തോന്നുന്നു വരുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്സിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ പാർട്ടിൽ ടൈപ്പ് ഓഫ് റിസർച്ച് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് വെച്ചേക്കണേ. അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടല്ല, പക്ഷെ എന്നാൽ പോലും നമുക്ക് ആ ഒരു പേഴ്സ്പെക്റ്റീവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, റിസർച്ചിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ്. ഇപ്പോൾ ഇവിടെ ഒരു റിസർച്ച് അനലിസ്റ്റിൻ്റെ ടൈപ്പ് ഓഫ് റിസർച്ച് അനലിസ്റ്റ് ആണ്. ഈ ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും എക്സാമിന് ഉണ്ടാവാറുണ്ട്, റിസർച്ച് അനലിസ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പം റിസർച്ച് അനലിസ്റ്റ് 3 ടൈപ്പ് റിസർച്ച് അനലിസ്റ്റ് ആണ്. ഒന്ന് സെൽ സൈഡ്, സെക്കൻഡ് ബൈ സൈഡ്, തേർഡ് വൺ ഈസ് എ ഇൻഡിപെൻഡൻറ്റ് റിസർച്ച് അനലിസ്റ്റ്. Then comes to the sell side research analyst എന്ന് പറഞ്ഞാൽ നോർമലി അവർ വർക്ക് ചെയ്യുന്നത് ബ്രോക്കറിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫേംസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ബാങ്ക്സിനോ അല്ലെങ്കിൽ ബ്രോക്കിംഗ് ഹൗസിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അവർ വർക്ക് ചെയ്യുക. ഇപ്പോൾ നോർമലി അവരുടെ ഒരു കേസ് എന്നുള്ളത് നമുക്ക് റെക്കമെൻഡേഷൻസ് തരും, ബൈ ചെയ്യണോ, സെല് ചെയ്യണോ, ഹോൾഡ് ചെയ്യണോ. ഓക്കെ. ഇപ്പോൾ നമ്മളുടെ ബ്രോക്കിംഗ് സൈഡിൽ നിന്ന് നമുക്ക് എന്ത് തരാറുണ്ട്, ഈ ഷെയർസ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാമെന്ന് പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസ് തരാറുണ്ട്. ഓക്കെ. അങ്ങനെ നിങ്ങൾക്ക് പബ്ലിക്കലി റെക്കമെൻഡേഷൻസ് തരുന്ന, പബ്ലിക്കലി റിസർച്ച് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്ന ആളുകളെ സെൽ സൈഡ് റിസർച്ച് അനലിസ്റ്റ് എന്നാണ് പറയുക. ഓക്കെ. അത് പബ്ലിക്കലി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ബ്രോക്കറിങ് ഫേം നമുക്ക് ഒരാൾക്കായിട്ടല്ല തരിക, എല്ലാ ആളുകൾക്കും കൂടിയാണ് തരിക. ഇനി അതേപോലെ തന്നെ മീഡിയ ഹൗസസ് ഉണ്ടാവും, അവരും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് തരിക. ബാങ്കിങ് ഹൗസസ് ഉണ്ടാവും, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ് ഉണ്ടാവും, അവരും പബ്ലിക്കിനോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് മുഴുവനായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ റിസർച്ച് റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു കാറ്റഗറി ആണെങ്കിൽ അതിനെ സെൽ സൈഡ് അനലിസ്റ്റ് എന്നാണ് പറയുക. ക്ലിയർ? ഇനി സെക്കൻഡ് വൺ എന്നുള്ളത് ബൈ സൈഡ് അനലിസ്റ്റ് ആണ്. ഇപ്പോൾ ബൈ സൈഡ് അനലിസ്റ്റ് എന്നുള്ളത് നമുക്ക് ഏറ്റവും മനസ്സിലാക്കാൻ ഏറ്റവും ഈസി എന്നുള്ളത് they couldn't means പബ്ലിഷ് their റിപ്പോർട്ടിങ്. പബ്ലിഷ് ചെയ്യാൻ മീൻസ് പബ്ലിക്കിന് അവർ ഒന്നും കൊടുക്കൂല, അവരതിന് പകരം ആ റിപ്പോർട്ട് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ മ്യൂച്വൽ ഫണ്ട്സിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ മ്യൂച്വൽ ഫണ്ട്സിലെ ഇൻറ്റേർണൽ പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട്സ് യൂസ് ചെയ്യുകയും അത് ക്യാപിറ്റലൈസ് ചെയ്യുകയും ചെയ്യുന്നത്. കാരണം നല്ല ഷെയർസ് വാങ്ങി വയ്ക്കാനായിരിക്കും. അപ്പം ഒരു ഫേമിനകത്ത് വർക്ക് ചെയ്ത് ആ ഫേമിൻ്റെ ഇൻറ്റേർണൽ പേർപ്പസിനാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് റിസർച്ച് അനലിസ്റ്റ് ഈസ് നോൺ ആസ് ദ ബൈയിങ് സൈഡ് അനലിസ്റ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൽ വർക്ക് ചെയ്യുന്ന ആൾ, PMSൽ വർക്ക് ചെയ്യുന്ന ആൾ, പെൻഷൻ ഫണ്ടിൽ വർക്ക് ചെയ്യുന്ന ആൾ, അങ്ങനെ ഹെഡ്ജ് ഫണ്ട്സിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ഇന്റേണൽ അനലിസ്റ്റുകളാണ്. ഇന്റേണൽ ദേ യൂസ് ദെയർ റിപ്പോർട്ട് ആസ് ഇന്റേണലി, അവരത് പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നില്ല. ദെൻ ഇനി നെക്സ്റ്റ് വൺ ആണ് ഇൻഡിപെൻഡൻറ്റ് റിസർച്ച് അനലിസ്റ്റ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് റിസർച്ച് അനലിസ്റ്റ് ഫേം അല്ലെ റിസർച്ച് അനലിസ്റ്റ് എന്നുള്ളത് നോർമലി അവരെന്ത് ചെയ്യുന്നില്ല, ഒരു ഫേമിന് പർട്ടിക്കുലർലി വേണ്ടിയിട്ടല്ല വർക്ക് ചെയ്യുക, ഇൻഡിപെൻഡൻ്റ്ലി സർട്ടൈൻ ഏരിയാസിനെ കുറിച്ചിട്ട് റിസർച്ച് ചെയ്യും. ആ ഇൻഫർമേഷൻസ് സബ്സ്ക്രിപ്ഷൻ ബേസ് ചെയ്തിട്ട് സെല് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ശരിക്കും നമുക്ക് ഇത്തരം ഫേംസിലും നമുക്ക് അതായത് ഓപ്പണിങ്സ് ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ വാല്യൂ റിസർച്ച് പോലെയുള്ള അവരൊന്നും ചെയ്യില്ല, വേറെ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ബൈ ചെയ്യുന്നില്ല, സെല് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അവർ നമുക്ക് നമ്മളെ സബ്സ്ക്രിപ്ഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, ഓരോ ഏരിയനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യും.
ഇപ്പം ചില മീഡിയ ഹൗസസ് ഒക്കെ ഉണ്ടാവില്ലേ, ഇൻവെസ്റ്റ്മെൻറ്റ്സ് അഡ്വൈസറി ഫേംസ് ഉണ്ടാവില്ലേ, ഇൻഡിപെൻഡൻറ്റ് അനാലിസിസ് ചെയ്തിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്ക്രിപ്ഷൻ അനുസരിച്ചുള്ള റിപ്പോർട്ടുകൾ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഒരു സ്കോപ്പാണ്. നമുക്ക് ഇത്തരം കമ്പനീസിലും നമുക്ക് എന്തുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാല്യൂ റിസർച്ച് എന്നുള്ളത് മ്യൂച്വൽ ഫണ്ട് ബേസ്ഡ് റിസർച്ച് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവർ നമുക്ക് അറൗണ്ട് എനിക്ക് തോന്നുന്നു 300-400 രൂപ മന്ത്ലി കൊടുത്താൽ മന്ത്ലി റിപ്പോർട്ട് അവർ സബ്മിറ്റ് ചെയ്യും നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട്. അപ്പോൾ അങ്ങനെ മ്യൂച്വൽ ഫണ്ട്സ് ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട് നമുക്കൊരു 360 ഡിഗ്രി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അത് സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ വർക്ക് ചെയ്യുന്ന കുറേ അധികം ഫേംസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാറ്റഗറി ഫേംസിനെയൊക്കെ നമുക്ക് കണ്ടുപിടിച്ചാൽ അവിടെയൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ റിസർച്ച് അനലിസ്റ്റ് പൊസിഷൻസ് ഓപ്പൺ ആയിരിക്കും. അത്തരം പൊസിഷൻസിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് എക്സാമിനൊരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ടൈപ്പ് ഓർത്ത് വെക്കുക, ബൈ സൈഡ്, സെൽ സൈഡ്, ഇൻഡിപെൻഡൻറ്റ്. ബൈ സൈഡ് എന്ന് പറയുമ്പോൾ മ്യൂച്വൽ ഫണ്ട് ഹൗസിലും പെൻഷൻ ഫണ്ട്സ്, എഡ്ജ് ഫണ്ട്സ് ഒക്കെ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ ഇന്റേണലി ആണ് അവിടുത്തെ മാറ്റേഴ്സ്, ഒന്നും പബ്ലിഷ് ചെയ്യുന്നില്ല. ദെൻ സെക്കൻഡ് വൺ ഇസ് സെൽ സൈഡ് അനലിസ്റ്റ് എന്നുള്ളത് നോർമലി പബ്ലിഷ് റിസർച്ച് റിപ്പോർട്ട് പബ്ലിക്ലി എന്നുള്ളതാണ്. അവിടെ ഇത് ബൈ ചെയ്തോളൂ, സെല് ചെയ്തോളൂ എന്ന് പബ്ലിക്കലി പറയുന്ന ടൈപ്പ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സ് ആണ്, അല്ലെ ഇൻവെസ്റ്റ്മെന്റ് അനലിസ്റ്റ് ആണ് സെൽ സൈഡിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് കാറ്റഗറി ഇസ് ഇൻഡിപെൻഡന്റ് റിസർച്ച് അനലിസ്റ്റ് മീൻസ് എ സർട്ടൻ പേഴ്സൺസ് ഓഫ് കമ്പനി they independently work and sell that means report on the basis of subscription basis എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും കൂടെ ഒന്ന് നോക്കി വെക്കേണ്ട ഏരിയയാണ്. മിക്കവാറും അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എൻ റിസർച്ച് അനലിസ്റ്റ്. ദാറ്റ് മീൻസ് നമ്മൾ ഏതൊക്കെ ഏരിയാസ് ആണ് മേജറായിട്ട് കവർ ചെയ്യാം. ഇതിൽ നമുക്ക് ചെറിയൊരു കാര്യം ഇന്ന് നോക്കേണ്ടതുണ്ട്. നമ്മളിന്ന് ജസ്റ്റ് ഒന്നിരുന്ന് ഈ എക്കണോമിക് അനാലിസിസ് എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാന്നല്ല, ഇവിടെ നമുക്ക് ഇതിൽ ഇൻഫ്ലേഷൻസ് എന്താണ്, ഇൻഫ്ലേഷൻസിൻ്റെ ഒരു ഹിസ്റ്റോറിക് ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇൻട്രസ്റ്റ് റേറ്റ്, ഏതൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, നാഷണൽ ഇൻകം എങ്ങനെയാണ് നമ്മൾ GDP പെർഫോം ചെയ്യുന്നത്, അതേപോലെ തന്നെ GNP പെർഫോം ചെയ്യുന്നത്, NNP പെർഫോം ചെയ്യുന്നത്, അത്തരം ഡാറ്റ പോയിന്റ് നമ്മുടെ ഭാഗത്തുനിന്ന് ജസ്റ്റ് ഒന്ന് ക്യൂറേറ്റ് ചെയ്ത് വെക്കുക. ഏതൊക്കെ എക്കണോമിക് ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യേണ്ടത്, ഒരു 10 ഇയേഴ്സിൻ്റെ നമുക്ക് പറ്റാവുന്ന ഇൻഫർമേഷൻസ് ഒക്കെ എടുത്ത് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഒരു എക്സ്ട്രാ എന്ത് ചെയ്യാം, ഒരു ഡാറ്റ പോയിന്റ് ഉണ്ടാക്കുക. നമ്മൾ ഒരു ചെറിയ റിസർച്ച് നമ്മുടെ ഭാഗത്തുനിന്ന് ഏതൊക്കെയാണ് ഇപ്പോൾ നമുക്കൊരു റിസർച്ച് അനലിസ്റ്റ് എന്നുള്ള രീതിയിൽ 3 ആസ്പെക്ട്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. 1 എക്കണോമിക് അനാലിസിസ്, 2 ഇൻഡസ്ട്രിയൽ അനാലിസിസ്, 3 കമ്പനി അനാലിസിസ്. അപ്പോൾ കമ്പനി അനാലിസിസ് നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇൻഡസ്ട്രിയൽ അനാലിസിസ് നോർമലി ഓരോ ഇൻഡസ്ട്രീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഏത് ഇൻഡസ്ട്രിയിലാണ് നമ്മൾ പാർക്ക് ചെയ്യേണ്ടത്, എത്ര പെർസെൻറ്റേജ് പാർക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ആണ്. അപ്പോൾ അതിലേക്ക് എത്തുന്നതിന് മുൻപേ നമ്മളൊരു കമ്പനി അനാലിസിസ് അല്ലെ നോട്ട് കമ്പനീസ്, എക്കണോമിക് അനാലിസിസ് മീൻസ് ഈവൻ നമ്മുടെ ഗവൺമെൻറ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അല്ലെ നമ്മുടെ ഒരു മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്നുള്ളതാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് സ്റ്റഡി നടത്താനുള്ളത്. ഇപ്പോൾ ജസ്റ്റ് നമ്മളുടെ ഒരു എന്ത് ചെയ്യാം, ഒരു ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ള ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു അസൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ ഈ ഫാക്ടേഴ്സിനെ ജസ്റ്റ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്ത് വെച്ചേക്കണേ. ഓക്കെ, ഈ എക്കണോമിക് അനാലിസിസിലേക്കുള്ള ഈ ഡിഫറെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക മീൻസ് ജസ്റ്റ് നമ്മൾ അതിനെക്കുറിച്ചിട്ട് ഒരു ചെറിയ റിസർച്ച്. ഇപ്പോൾ ഇൻഫ്ലേഷൻസ് നമ്മുടെ മാർക്കറ്റിനെ എങ്ങനെയാണ്, പോസിറ്റീവായുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട്, നെഗറ്റീവായുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട്. നമ്മളുടെ ഇൻഫ്ലേഷൻ റേറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അതിൽ അതേപോലെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻസ് ഉണ്ട്, അതേപോലെ ഇൻഡെക്സ് ഉണ്ട്, അതേപോലെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് രണ്ടും വർക്ക് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടോ, ഡിക്രീസ് ആണെങ്കിൽ ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ, ദെൻ അതേപോലെ എത്രയാണ് ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ റേറ്റ് എന്താണ്, അത്തരം കാര്യങ്ങൾ. ഇനി ഇതേപോലെ വാർ വരുന്ന സമയത്ത് ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യുകയാണോ ചെയ്യുക, ഡിക്രീസ് ചെയ്യുകയാണോ ചെയ്യുക, അതിൻ്റെ റീസൺസ് എന്തായിരിക്കും ഒന്ന് നോക്കി വയ്ക്കാം. പിന്നെ അതേപോലെ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, പിന്നെ കറൻറ്റ് ഇൻട്രസ്റ്റ് റേറ്റുകൾ എന്താണ്, ഒരു 5 വർഷത്തുണ്ടായിരുന്ന ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ചേഞ്ചസ് ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക.
ദ നെക്സ്റ്റ് വൺ ഈസ് ദ നാഷണൽ ഇൻകം. ഇൻ സിംപ്ലി GDP എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് ലാസ്റ്റ് 5 to 10 ഇയേഴ്സിലേക്ക്. ഇത് നമുക്ക് നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്, ഓൺ ദ നെക്സ്റ്റ് 10 years വാട്ട് വാസ് അവർ എക്സ്പെക്ടേഷൻസ്. അപ്പോൾ അത് ജസ്റ്റ് നോക്കി വയ്ക്കുക. എപ്പോഴും അതൊരു കീ ആണ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഏത് എക്കണോമിയിൽ ഇപ്പം ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഇനി മറ്റ് ഇപ്പോൾ ഏഷ്യൻ കൺട്രീസിലാണ് ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, കൊറിയയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ജപ്പാനാണോ വേണ്ടത്, ഈ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇത്തരം എക്കണോമിക് ഫാക്ടേഴ്സ് ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി യു എസിലാണോ അല്ലെങ്കിൽ യൂറോപ്പിലാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു ഫാക്ടേഴ്സ് ആയിരിക്കും. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ഗ്ലോബൽ എക്കണോമിക് ട്രെൻഡ്. നമുക്ക് അതൊക്കെ പതുക്കെ ട്രാക്ക് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഒരു ഫസ്റ്റ് അതേപോലെ ഫിസിക്കൽ മോണിറ്ററി പോളിസീസ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതി. പക്ഷേ ഈ ഫസ്റ്റ് 3 ടേക്ക് അവേസ് ജസ്റ്റ് ഒന്ന് അതിലൊന്ന് വർക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അതേപോലെ ഈ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്യേണ്ടത് ഗൂഗിൾ ഷീറ്റിലാണ്. എന്നിട്ട് ഗൂഗിൾ ഷീറ്റ് ഒന്ന് ഷെയർ ചെയ്താൽ മതി. നമുക്കത് ഒന്ന് റിവ്യൂ ചെയ്ത് പോവുകയും ചെയ്യാം. അതിൻ്റെ ഒരു ഡിസ്കഷന് നമുക്ക് നെക്സ്റ്റ് ഡേയിൽ എടുക്കുകയും ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഓരോ ഡാറ്റ പോയിന്റ് നമ്മളുടെ റിസർച്ച് കൊണ്ട് നമ്മൾ അതിനെ മാക്സിമം എന്ത് ചെയ്യണം, നമുക്ക് കാരണം എന്താ വെച്ചാൽ നമ്മൾ തന്നെയാണല്ലോ ഡിസിഷൻസ് എടുക്കേണ്ടത്. നമ്മളെല്ലാം പഠിക്കുക എന്നുള്ളതല്ലല്ലോ, റിസർച്ച് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒരു പ്രൈമറി ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ അതിനെ ഒന്നും കൂടെ നേച്ചർ ചെയ്തിട്ട് നമുക്ക് അതിനെ ഒരു ഡീറ്റെയിൽ ആക്കി മാറ്റാം. ദെൻ ഇനി നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ഏതൊക്കെ ജസ്റ്റ് 1-2 പോയിന്റ്സും കൂടെ പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പിന്നെ അപ്രോച്ചസ് ടു റിസർച്ച് ആണ്. നോർമലി ഇറ്റ് ഹാവ് എ 2 approaches. ഫസ്റ്റ് വൺ ഈസ് എ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ഇത് ഞാൻ കുറച്ച് കൂടുതൽ ഡിസ്കഷൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്കറിയില്ലേ ക്വാളിറ്റേറ്റീവ് എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് എന്താണ്. അപ്പം ഇവിടെ നമ്മളുടെ സെനാരിയോയിൽ ഒരു കമ്പനി എക്കണോമി അനാലിസിസിലൊക്കെ ഒരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സും നമ്മൾ കൺസിഡർ ചെയ്യണം, ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റും നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ഒരു കമ്പനീനെ എടുക്കുകയാണെങ്കിൽ അവരൊരു ഇപ്പോൾ ഓലയും ഏതറും ഇരിക്കുന്നുണ്ട്. ഈവൻ ദോ ഓലയാണ് പ്രോഫിറ്റബിൾ എങ്കിലും ഓലയിലാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഏതറിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക? അതെ, ഏതർ ചൂസ് ചെയ്തു പോകും. കാരണം എന്താ വെച്ചാൽ സെർട്ടൈൻ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് എന്നുള്ളത് നമ്മൾ ഡിഡ്ന്റ് സാറ്റിസ്ഫൈ വിത്ത് ദ ക്വാളിറ്റേറ്റീവ് മാനേജ്മെന്റ് ആസ്പെക്ട്സ്. അപ്പോൾ അത്തരം ചിലപ്പം ഈവൻ ദോ അവരൊരു അത്ര പ്രോഫിറ്റബിൾ അല്ല, ചിലപ്പോൾ ഈവൻ നമ്മൾ ജസ്റ്റ് ഗസ് ചെയ്യാണ് അവരുടെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ലൈക്ക് പ്രോഫിറ്റ്, ബാലൻസ് ഷീറ്റ്, അസറ്റ്സ് ഒക്കെ നല്ലതാണെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു ആസ്പെക്ട്സിൽ നമുക്കത് ചൂസ് ചെയ്യുക, അല്ലെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു ഡിസിഷൻ ആയിരിക്കും നമ്മൾ എടുക്കേണ്ടി വരിക. അപ്പോൾ അങ്ങനെ ഈ 2 ഫാക്ടേഴ്സ് 2 അപ്രോച്ചിനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പക്ഷെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിനെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ബാക്കപ്പ് ചെയ്യണം. ഓക്കെ, ഒരു സപ്പോർട്ടും ഇല്ലാതെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ഇൻഫർമേഷൻ ബേസ് ചെയ്ത് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നില്ല. ഇപ്പം ഇന്നൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് പ്രോഫിറ്റബിലിറ്റി ഈസ് ഇൻക്രീസിങ് ഇയർ ഓൺ ഇയർ, നമുക്കത് കൺസിഡർ ചെയ്യാം. പ്രോഡക്റ്റ് ലൈനപ്പ് നമുക്ക് നോക്കാം. ദീസ് ആർ ദ പ്രോഡക്റ്റ് ലൈനപ്പ്. ഇത് മാർക്കറ്റിലേക്ക് ആളുകൾ ചൂസ് ചെയ്യുന്നുണ്ട്, ചൂസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, നോ ഇഷ്യൂ. ദ കമ്പനി മാനേജ്മെൻറ്റ് ഇങ്ങനെയാണ് പെർഫോം ചെയ്ത്, ഓക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ക്യാഷ് ഫ്ലോസ് ഉണ്ട്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇങ്ങനെയാണ്. അതേപോലെ അത്തരം ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്ത് നമുക്ക് പതുക്കെ ഡിസിഷൻസ് എടുത്തു തുടങ്ങും. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻട്രാക്ഷൻ. ഓക്കെ, ഇതൊക്കെ നോർമലി ജസ്റ്റ് ഒരു റിസർച്ചർ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുകയാണ്, മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുകയാണ്, എന്തൊക്കെ വേണം. ഡെഫിനറ്റ്ലി ഒരു പ്രീ മീറ്റിംഗ് റിസർച്ച്, അതേപോലെ ഇൻഡിപെൻഡൻറ്റ് ഒപ്പീനിയൻസ്, സ്ട്രോങ് പ്രൊഫഷണൽ നെറ്റ്വർക്ക്, ക്ലിയർ, ഇതൊക്കെ ഓൾറെഡി ഒരു റഫായുള്ള പോയിന്റ്സ് തന്നെയാണ്. പക്ഷേ റിസർച്ചേഴ്സിന് എപ്പോഴും എന്തുണ്ടാവണം, ഒരു ക്ലിയർ മാർക്കറ്റ് വ്യൂ. ദെൻ എപ്പോഴും റിസർച്ച് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കണം. ഒരു ക്ലയൻസിനെ മീറ്റ് ചെയ്യുന്നതിന് മുൻപേ. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് അത് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ് ഓഫ് എ റിസർച്ച് അനലിസ്റ്റ്. ഇതും ശരിക്കും നമുക്ക് ഈ ഒരു സ്ലൈഡിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇതേപോലെ ഒരു ക്വസ്റ്റ്യന് എപ്പോഴും സാധ്യതയുള്ളൊരു ഏരിയ ആണ്. ഒരു റിസർച്ച് അനലിസ്റ്റിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ നോർമലി ഒരു റിസർച്ച് അനലിസ്റ്റിൻ്റെ ക്വാളിറ്റിയിൽ ന്യൂമറിക്കൽ സ്കിൽസ് എപ്പോഴും ഇത് ഫസ്റ്റ് ആയിരിക്കും. പിന്നെ എക്സൽ, ഡാറ്റ ടൂൾസ് ഫെമിലിയർ ആയിരിക്കണം. ദെൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫിനാൻഷ്യൽ കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. ഇത് 3 പാർട്ട്.
അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് ഫിനാൻഷ്യൽ കോൺസെപ്റ്റിൻ്റെ പാർട്ടായിട്ട് നമുക്ക് എടുക്കാം. പിന്നെ അതേപോലെ പിന്നെ എബിലിറ്റി ടു ആസ്ക് ക്വസ്റ്റ്യൻസ്, ദെൻ അതേപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ദെൻ ഫസ്റ്റ് വണ്ണ് ന്യൂമറിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് മീൻസ് സ്പ്രെഡ്ഷീറ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പ്ലസ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് ന്യൂമറിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം, ഫിനാൻഷ്യൽ കോൺസെപ്റ്റ് നമ്മൾ ഇംപ്രൂവ് ചെയ്യണം, ടു അനലൈസ് ദ എബിലിറ്റി ടു ക്രിയേറ്റ് ദ എബിലിറ്റി ടു അനലൈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്യണം. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യും. നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ നമ്മളിനി അതിൽ ഓരോ ഐറ്റംസ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഡിസിഷൻസിന് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അതിനെയൊക്കെ റീതിങ്ക് ചെയ്ത് തുടങ്ങുക. ഇപ്പോൾ ഡെപ്റ്റ് കൂടുതൽ വന്നാൽ എന്താണ് പ്രശ്നം, ഡെപ്റ്റ് കുറവാണെങ്കിൽ എന്താണ്, ഇനി ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻസ് ഇങ്ങനെയാണ്, അതെങ്ങനെയാണ് നമ്മളെ ഒരു ഷെയർസിനെ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റീനെ ബാധിക്കാൻ പോകുന്നത്, ആ രീതിയിലേക്ക് നമ്മളുടെ തോട്ട് പ്രോസസ്സ് മീൻസ് ഒന്ന് സ്വിച്ച് ചെയ്യുക. ഓക്കെ, അപ്പം ദെൻ ബാക്കി നമുക്ക് നെക്സ്റ്റ് സെഷൻ ഇന്ന് ഓൾറെഡി ഒരു ലെങ്തി ആയിട്ടുള്ള സെഷൻ എടുത്ത് നാളെ മുതൽ നമുക്ക് 2 സെഷനായിട്ട് തന്നെ എടുക്കാം. ഇതേപോലെ തന്നെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, സെക്കൻഡ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക നോർമലി എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട്സ് ബിസിനസ് നടക്കുന്നത്, എങ്ങനെയാണ് ഇക്വിറ്റി ചെയ്യുന്നത്, അതേപോലെ ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഒരു പാർട്ടും കൂടെ നമ്മളുടെ നെക്സ്റ്റ് സൈറ്റിൽ ടുമോറോ ഓൺവേർഡ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡിമാറ്റ് അക്കൗണ്ട് ഏതൊക്കെയാണ് ഓൺ ചെയ്യുന്നത്, ഏതൊക്കെ അക്കൗണ്ട് ഇട്ടായിരുന്നു? സെറോദയിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഓക്കെ, അതിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുന്നുണ്ടോ? എന്താണ് ചെയ്യുന്നുണ്ടായിരുന്നു? ഓക്കെ ഓക്കെ, അത് മ്യൂച്വൽ ഫണ്ട്സ് ആയിരുന്നു, ഇക്വിറ്റി ആയിരുന്നു ചെയ്യുന്നത്? ഓക്കെ, ഗുഡ് ഗുഡ്. അതിൽ SIP എന്തെങ്കിലും പോകുന്നുണ്ടായിരുന്നോ? ഓക്കെ ഓക്കെ. ശരിക്കും നമ്മൾ SIPയുടെ സെനാരിയോയിൽ നമ്മൾ എപ്പോഴും ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും അത് സ്റ്റോപ്പ് ചെയ്യാതെ പോകാൻ നോക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു 100 രൂപയുടെ SIP ആണെങ്കിലും കുഴപ്പമില്ല, അത് സ്റ്റോപ്പ് ചെയ്യണ്ട, ആ ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ. എന്നിട്ട് ഈവൻ വലിയ എമൗണ്ട് നമുക്ക് മീൻസ് എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് പാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ഹാബിറ്റ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഹാബിറ്റ്സ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം പൈസയുടെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, നമ്മൾ വർക്ക് ചെയ്യാത്ത സെനാരിയോയിൽ നമുക്ക് പൈസയുടെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ എന്നാലും ആ ഹാബിറ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. ആ ഹാബിറ്റ് നമ്മളിങ്ങനെ ഗ്രോ ചെയ്യിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഒരു അക്കൗണ്ട് കൂടെ ജസ്റ്റ് നമ്മൾ IIFL എന്നുള്ളൊരു ബ്രോക്കറിൻ്റെ ഒരു അക്കൗണ്ടും കൂടെ ഓപ്പൺ ചെയ്യാം. അത് എന്താണെന്ന് ചോദിച്ചാൽ ഈവൻ ആരെങ്കിലും നമ്മൾക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കണമെങ്കിൽ അവർക്ക് നമുക്ക് നമ്മുടെ ബ്രാഞ്ചിൽ തന്നെ ഓപ്പൺ ചെയ്ത് കൊടുക്കാമല്ലോ. എന്നാ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു ബാക്ക് ആൻഡ് ആക്സസ് ഉണ്ടാവും. അവർക്ക് ഫണ്ടൊക്കെ ഒറ്റയ്ക്ക് നോക്കാൻ അറിയാത്ത ആളാണ്, അത് റെഡീം അറിയാത്ത ആളാണെങ്കിലൊക്കെ നമുക്കത് അവരെ ടേക്ക് കെയർ ചെയ്യാനും പറ്റും. പിന്നെ നമ്മുടെ സെനാരിയോയിൽ നമുക്ക് ഗ്രോയും IIFL തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ്? അത് 2 കാറ്റഗറി ബ്രോക്കേഴ്സാണ്. എന്താണ് അതിൻ്റെ ഡിഫറൻസസ് ഉണ്ട്. ആ ഡിഫറൻസസ് എന്തൊക്കെയാണ് ഇനി? കാരണം എന്താ വെച്ചാൽ നമ്മൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് ഒരു അവയർനെസ് ഉണ്ടാവണം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നാളത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നാളെ നമുക്ക് 2 സെഷനായിട്ട് തന്നെ എടുക്കാം. ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെഷൻ, സെക്കൻഡ് സെഷൻ എന്നുള്ള രീതിയിൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സെഷൻ. അപ്പോൾ ഇന്നത്തെ ആ ഒരു ആക്ടിവിറ്റി ജസ്റ്റ് ഒന്ന് ചെയ്യാം. മാക്സിമം ഈവനിങ് ആകുമ്പോഴേക്ക് സബ്മിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്കൊരു മാക്സിമം